വെൽക്കം ബാക്ക് എ ആർ ആകാശിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് ആർക്കും തന്നെ എൻ്റെ മനയിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല. കാര്യം എൻ്റെ ഈ ചാനലിൽ നിന്ന് നിങ്ങൾക്ക് ആർക്കും പുറത്തു പോകാൻ പറ്റില്ല. ഞാൻ കഴിഞ്ഞ വീക്കിൽ പറഞ്ഞ സംഭവമാണ്. എൻ്റെ ചാനലിൽ ഏതെങ്കിലും ഫേക്കായിട്ട് അല്ലെങ്കിൽ ഞാൻ പറയുന്ന ഒരാൾ പുറത്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ എന്ത് ചെയ്യാം? അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകാം. ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ ഞാൻ പറഞ്ഞ ആളല്ല പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് അൺസബ്സ്ക്രൈബ് പോകുന്നതാണ്. പക്ഷേ ഞാൻ പറഞ്ഞ ആളാണ് പോയത്. സോ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ മനയിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല. സോ ഗൈസ്, നിങ്ങളെല്ലാവരും എൻ്റെ മനയ്ക്കകത്ത് തന്നെ കാണണം എന്ന് ഞാൻ പറഞ്ഞു തന്നു. കൂടാതെ ചെറിയൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. കാര്യം ഇപ്പോൾ വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും രണ്ട് രീതിയിലാണ് വോട്ടിംഗ് പറഞ്ഞിട്ടുള്ളത്. ഞാനിപ്പോഴും പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആർക്കാണ് വോട്ടിട്ടെന്നുള്ള കമൻറ്റ് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഞാൻ പറയാൻ പോകുന്നത് ഇപ്പോൾ ജിൻഡോ, അർജുൻ, സിജോ ഇവർ 3 പേരും ഇല്ല. അപ്പോൾ ഈ 3 പേരില്ലാത്ത സമയത്ത് ഇവർ 3 പേര് പുറത്ത് നിൽക്കുകയാണ്. ഈ 3 പേര് പുറത്ത് നിൽക്കുമ്പോൾ ഇവരെ 3 പേരുടെ വോട്ട് വേറൊരാൾക്കായിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയാണ്. മനസ്സിലായോ? അങ്ങനെയാണ് ഈ ഗെയിം മാറിയിരിക്കുന്നത്. കാര്യം അതൊരു അൺഫെയർ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാര്യം നിമിഷ നേരം കൊണ്ടാണ് വോട്ടുകൾ മറിയുന്നത് വെച്ചാൽ നല്ല രീതിയിൽ വോട്ടിങ്ങാണ് മറിഞ്ഞിട്ടുള്ളത്. കാര്യം ഇപ്പോൾ ജിൻഡോയും സിജോയും അർജുനും ഇല്ല. അപ്പോൾ ഈ 3 പേരുടെ വോട്ട് അവരെ ടീം കാര്യങ്ങളൊക്കെ പറയുകയാണ്, ഇന്ന ആൾക്ക് ഇട്ട് കൊടുത്താൽ മതി, അപ്പോൾ നമുക്ക് ഇന്ന ആളെ പുറത്താക്കാം എന്ന് ബിഗ് ബോസ് പോലും കണ്ടെത്താത്തത് ഈ പുറത്തുനിന്നുള്ള ആൾക്കാരാണ് കണ്ടെത്തുന്നത്. പക്ഷേ നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. എൻ്റെ സബ്സ്ക്രൈബ് അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇവരെക്കുറിച്ച് പറയും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഡിസർവിങ് ആയിട്ടുള്ളവരെ മാത്രമേ വോട്ടിടാവൂ. അല്ലാതെ ചുമ്മാ അതിൻ്റെ അകത്ത് വെറുതെ കുത്തിയിരിക്കുന്ന കുറേ എണ്ണമുണ്ട്. ഈ പവർ റൂമൊക്കെ ഉള്ളതുകൊണ്ട് മാത്രം ജീവിച്ച് പോയി കുറേ വാഴകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെയൊക്കെ നമുക്ക് പുറത്താക്കണം. നമുക്കൊക്കെ അതിനെയൊക്കെ പുറത്താക്കി വിടാം. കാര്യം ഇനി വോട്ടിങ് ചെയ്യേണ്ട അവസാന നിമിഷങ്ങളാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത്. ഇനി വോട്ട് ചെയ്യാൻ അവസരവുമില്ല, ഇനി നോമിനേഷനും ഇല്ല. നമ്മൾ മാക്സിമം കളിക്കാത്തവരെ പുറത്താക്കുക. അതാണ് നമ്മുടെ മെയിൻ എയിം. കാര്യം കണ്ടൻറ്റോ കാര്യങ്ങളോ ഒന്നും പുറത്ത് വിടുന്നില്ല. അങ്ങനെ കണ്ടൻറ്റ് കാര്യങ്ങൾ പുറത്ത് വിടുന്നവർ മാത്രം നിർത്തിയാൽ മതി. എല്ലാത്തിനും നിർത്തിയിട്ട് കാര്യമില്ല. സോ ഗൈസ്, ഞാൻ ഇപ്പോഴും പറഞ്ഞു, നിങ്ങൾ ആർക്കും വോട്ടിട്ടെന്നും കൂടെ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. ടോപ്പ് 5 ആര് പോകണമെന്ന് നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. കൂടാതെ നിങ്ങൾക്ക് വ്യക്തമായ വോട്ടിംഗ് കാര്യങ്ങളെല്ലാം ലൈവ് അപ്ഡേറ്റ് കിട്ടാൻ വേണ്ടി എ ആർ ആകാശ് എന്ന എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഗൈസ്, നിങ്ങൾക്ക് പൈസയൊക്കെ ഉള്ളതാണ്. നിങ്ങളെല്ലാവരും പറയുകയാണ്, ഞാൻ ആരെന്നെ പൈസയൊക്കെ മേടിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഞാൻ ഇന്നേ വരെ ഒരു മനുഷ്യൻ്റെ നിന്ന് 5 രൂപ അല്ലെങ്കിൽ 1 രൂപ, ഞാൻ പട്ടിണി കിടന്നാൽ പോലും ഇന്നേ വരെ ഒരു മനുഷ്യനിൽ നിന്ന് പൈസ മേടിക്കില്ല അല്ലെങ്കിൽ കടം മേടിക്കില്ല എന്ന് പറഞ്ഞ് നടക്കുന്നൊരു ഗാന്ധിയനാണ് ഞാൻ. സോ ഗൈസ്, അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യനെയും ബൂസ്റ്റ് ചെയ്ത് കയറ്റണം, അല്ലെങ്കിൽ പൊക്കി കയറ്റണം. ഇവരാരും എൻ്റെ ബന്ധുക്കളോ എൻ്റെ കുഞ്ഞവരെ മക്കളൊന്നും അല്ല എൻ്റെ അത് കിടക്കുന്നത്. എനിക്ക് എൻ്റെ ചെന്നൈയിലെ എൻ്റെ ചൊക്കലിംഗം, ആരാണ് എൻ്റെ ചെന്നൈയിലെ ചൊക്കലിംഗം സുഹൃത്തായ അവനെ എനിക്ക് അയച്ചു തരുന്നു വോട്ടിങ് കാര്യങ്ങളും. ഞാനത് നിങ്ങൾക്ക് വേണ്ടി അയച്ചു തരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ടായ ചൊക്കലിംഗം പറയാണ്, ഇപ്രാവശ്യത്തെ വോട്ട് എൻ്റെ പൊന്നുകളിയെ ഒന്നും ഇല്ലല്ലോ, ഭയങ്കര രീതിയിൽ മുന്നിട്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് നേരെ വോട്ടിങ്ങിലേക്ക് കിടക്കാം. നിങ്ങൾ ആർക്കാണ് വോട്ട് കിട്ടുമെന്നും കൂടെ കമൻറ്റ് ചെയ്യണം. ഞാൻ ഇപ്പോഴും പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരാളെക്കുറിച്ച് കുറച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, അയ്യോ ആകാശേട്ടൻ പറഞ്ഞൊരു കാര്യമില്ലേ, നമ്മൾ എന്തിനാണ് വോട്ടിടുന്നത്? വോട്ടിടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വെറുതെ ഒരാൾക്ക് 10 ലക്ഷം വോട്ടുണ്ടെന്ന് പറഞ്ഞ് അതിൻ്റെ അകത്ത് കയറി കുത്തിപ്പിടിച്ച് നമ്മൾ അവൻ്റെ ബാക്കിൽ പോയി നിൽക്കാൻ പാടില്ല. നമുക്കൊരു വോട്ട് ചെയ്യുമ്പം നമ്മൾ ചിന്തിക്കണം, ഇവന് വോട്ടിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. അല്ലാതെ ഇപ്പോൾ ഒരുത്തർ 10 ലക്ഷം വോട്ടുണ്ട്, ഞാൻ അവൻ്റെ ബാക്കിൽ പോയി നിന്ന് 10 ലക്ഷത്തിൽ 1 ലക്ഷം വോട്ടാക്കാം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നല്ല കണ്ടൻറ്റും നല്ല ഗെയിമും നല്ല രീതിയിൽ കളിക്കുന്നവർക്ക് മാത്രം വോട്ട് ചെയ്യുക, അതൊന്നാമത്തെ കാര്യം. പിന്നെ ഇപ്രാവശ്യം സീസൺ എന്ന് വെച്ചാൽ വളരെ മൂഞ്ചിയ സീസൺ തന്നെ എന്ന് വേണം പറയാൻ. കാര്യം എന്ന് വെച്ചാൽ കണ്ടൻറ്റ് കാര്യങ്ങളൊന്നും പുറത്ത് പോയിട്ടില്ലെങ്കിൽ പോലും പുറത്ത് ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ബിഗ് ബോസ് അല്ല ഫൈറ്റ്. സത്യം പറഞ്ഞാൽ ബിഗ് ബോസിനെ കാട്ടി പുറത്താണ് ഫൈറ്റ്. ഇതിൻ്റെ പൊന്നി, ബിഗ് ബോസിൻ്റെ അകത്ത് നടക്കണ കാട്ടി യൂട്യൂബിലൊക്കെ നോക്കിയാൽ മനസ്സിലാവും. ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് നമ്പർ കൊണ്ട് ഒരുപാട് പേരെ ഫൈറ്റിങ്ങാണ്. ഫോർ എക്സാമ്പിൾ അഖിൽമാരാർ, അപ്സര, പിന്നെ ആരുണ്ട്, അപ്സര, പിന്നെ അപ്സരയുടെ ഭർത്താവ് വരുന്നു, പിന്നെ അങ്ങേര് വരുന്നു, ഇവർ വരുന്നു, പിന്നെ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞു ചീത്ത വിളിക്കുന്നു, ഇഷ്ടം പോലെ പേര്. പിന്നെ ഇപ്പോൾ കഴിഞ്ഞ പോയ ശോഭ, അവയൊക്കെ എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നുണ്ട്. എല്ലാവരും വരുന്നുണ്ട്, എല്ലാവരും വരട്ടെ, എല്ലാവരും പുറത്തിറന്ന് അടി ഉണ്ടാക്കട്ടെ. പിന്നെ ആരുണ്ട്, പിന്നെ എന്ത് മറ്റാണ്ടല്ലേ, സീമോന റാപ്പൊക്കെ പാടുന്നു, അങ്ങനെ പേരെന്തോന്നു, ഋഷിയോ അല്ല ഋഷി എന്താ, ജോൺസനോ റിൻസൻ അങ്ങനെ എന്തോ എത്തുണ്ടല്ലോ, വേറെ റംബിയോ എന്തോ പേര് എനിക്ക് അറിഞ്ഞിട്ട്. അങ്ങേരൊക്കെ കിടന്ന് പുറത്തിറന്ന് ഭയങ്കര അടി ഉണ്ടാക്കുകയാണ്. തത്തിന്തോ തകതിമിതേതോ പുറത്ത് കിടന്ന് നല്ല രീതിയിൽ അടി ഉണ്ടാക്കുമ്പോൾ അകത്ത് ബിഗ് ബോസ് പ്രേക്ഷകരായ ബിഗ് ബോസ് കണ്ടസ്റ്റൻറ്റ് അടി ഉണ്ടാക്കട്ടെ എന്ന് നമുക്ക് പറയാം. ഇനി വിരലെണ്ണോ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ബിഗ് ബോസ് ഫൈനൽ വോട്ടിംഗ് കാര്യങ്ങളിലേക്ക് നമുക്ക് നേരെ പോവാം. ഞാനിപ്പോഴും പറയുന്നത്, നിങ്ങളുടെ വോട്ട് നിങ്ങൾ വ്യക്തമായി ഇട്ടോ ഇല്ലേ എന്ന് നിങ്ങൾ 3-4 വട്ടം ചിന്തിക്കണം. അല്ലെങ്കിൽ ഒരു വോട്ടിട്ട് കഴിഞ്ഞിട്ട് അയ്യോ ഇവന് വോട്ടിടേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് നേരെ എൻ്റെ ലൈവ് വോട്ടിംഗ് അപ്ഡേറ്റിലേക്ക് ഞാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. നമ്മൾ ഫസ്റ്റ് കാണിക്കാൻ പോകുന്നത് വേറെ ആരുമല്ല. സോ ഗൈസ്, നമ്മൾ ഫസ്റ്റ് കാണിക്കാൻ പോകുന്നത് വേറെ ആരുമല്ല, അത് നമ്മുടെ ആരാണ്, വരൂ
തുറക്കൂ സീസെ എന്ന് പറയുമ്പോഴേ വരുള്ളൂ ഗൈസ്. ഞാൻ നേരത്തെ ഓൾറെഡി ലാപ്പിൽ കുറച്ച് പേരെ ഫോട്ടോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അയ്യോ, ഞാൻ നേരത്തെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഞാൻ നേരത്തെ എവിക്റ്റഡ് ആയ കുറേ പേരെ പേര് ഇട്ടിരുന്നു വെച്ചാൽ നോമിനേഷനിൽ വന്നവർ. അപ്പോൾ അതിൽ ശ്രീധുവിൻ്റെ പേര് ഞാൻ പറഞ്ഞില്ല കേട്ടോ, മറന്നുപോയതാണ്. ശ്രീധു എല്ലാത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയോണ്ട് ഞാൻ കണ്ടില്ല. മാപ്പ് തരൂ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് നേരെ തത്തിന്തോ തകതിമിതോ ലൈവ് അപ്ഡേറ്റിലേക്ക് ഞാൻ പോകാൻ പോവുകയാണ്. ഫസ്റ്റ് വേറെ ആരുമല്ല, ആരാണ്? രണ്ടാം സ്ഥാനം 1,55,234 വോട്ടാണ് ജാസ്മണിക്ക്. ഞാൻ ജാസ്മിനെ കുറിച്ച് പറഞ്ഞു വെച്ചാൽ, ജാസ്മിൻ ആദ്യം തൊട്ട് ഇന്നേ ദിവസം വരെ സ്വന്തമായ നിലപാട് നിന്നു. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഈ പുള്ളിക്കാരെ വീട്ടിൽ കുറേ ന്യൂസുകാരന്മാർ പോയായിരുന്നു. അപ്പോൾ ഇവരൊക്കെ പോയിട്ട് നാട്ടുകാരത്ത് ചോദിക്കുമ്പോൾ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിക്കാരി ഇവള് ജാടയാണ്, ഭയങ്കര തൻ്റെ ഇടമാണെന്നൊക്കെ പറയാണ്. അപ്പോൾ അത്രത്തോളം നെഗറ്റീവ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ജാസ്മിൻ. എന്നിട്ട് പോലും ജാസ്മിന് രണ്ടാം സ്ഥാനം നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ജാസ്മിന് നാട്ടുകാർ സപ്പോർട്ട് പോലും കൊടുക്കുന്നില്ല. കാര്യം ഒരുപാട് വീഡിയോ ഒക്കെ കണ്ടായിരുന്നു. നാട്ടുകാർ തന്നെ പറയുന്നത് ഭയങ്കര തൻ്റെ ഇട കാര്യങ്ങൾ. അതിലിപ്പോൾ എന്താ കുഴപ്പം? എന്താ? ജാസ്മിൻ്റേത് വ്യക്തിമുദ്രകൾ കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. നാട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും ജാസ്മിൻ ഒന്നാം സ്ഥാനമാണ്. കാര്യം ജാസ്മിൻ്റെ എത്ര കണ്ടൻറ്റാണ് കൊടുത്തതെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഈ ബിഗ് ബോസ് ഹൗസിൽ ജാസ്മിൻ എന്ന ഒരു വ്യക്തി ഇല്ലെങ്കിൽ നല്ല രീതിയിൽ ഉറങ്ങിപ്പോകുന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. കാര്യം ഒരുപാട് കണ്ടൻറ്റ് കൊടുത്ത വ്യക്തി ജാസ്മിൻ തന്നെയാണ്. കാര്യം ഫസ്റ്റ് സമയത്ത് ജാസ്മിൻ ഒരു കോംബോ ആയിട്ടാണ് ആദ്യം പോയത്. ആ കോംബോ പുറത്ത് നല്ല രീതിയിലുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബെസ്റ്റ് കോംബോയാണ് അവർ കൊണ്ടുപോയത്. ആ ബെസ്റ്റ് കോംബോ നല്ല രീതിയിൽ ഉഫി പോയി എന്ന് നമുക്ക് ആദ്യം പറയാം. കാര്യം ജാസ്മിനും ഗബ്രിയായിരുന്ന ആ കോംബോ നല്ല രീതിയിൽ പോയി കഴിഞ്ഞു. ആ കോംബോ വർക്കായില്ല, അതാണ് പ്രശ്നം പറ്റിയത്. പിന്നെ ആ കോംബോ വർക്കാവാത്തപ്പം തന്നെ ഗബ്രി മണിയൻ ഔട്ടായിട്ടുണ്ട്. ഗബ്രി ഔട്ടായിട്ടാണ് ജാസ്മിൻ പടയോട്ടം തുടങ്ങിയത് എന്നല്ല ഞാൻ പറയുന്നത്. ഗബ്രി ഉള്ളപ്പോൾ പോലും ജാസ്മിൻ ഒരു വലിയൊരു പടയോട്ടമാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ മറ്റേ ഈ ടാസ്ക് ഞാൻ പറഞ്ഞുതരാം. വീട്ടിൻ്റെ അകത്തുള്ളവരെ വെച്ചിട്ട് നിങ്ങൾ ഒരു ടാസ്ക് നടത്തുക എന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതലും ആൾക്കാർ സെലക്ട് ചെയ്തത് ജാസ്മിനെയും ഗബ്രിയെയും അതുപോലെ ജിൻഡുവും. കാര്യം ഇവർ മൂന്നുപേർ മാത്രമാണ് അതിൻ്റെ അകത്ത് കണ്ടൻറ്റ് കൊടുക്കുന്നത്. വേറെ ആർക്കും അവരവരെ വെച്ച് കണ്ടൻറ്റ് ചെയ്യാൻ ഇല്ല, വേറെ കണ്ടൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ല. ഇവർ മാത്രമാണ് അതിൻ്റെ അകത്ത് എന്തെങ്കിലും കണ്ടൻറ്റും കാര്യങ്ങളും കൊടുക്കുന്നത്. അപ്പോൾ അത് തന്നെ നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. പിന്നെ പുറത്തുള്ള എല്ലാവരും കൂടുതൽ പേര് ചർച്ച ചെയ്യുന്ന ആരെക്കുറിച്ചാണ്? ജാസ്മിൻ. അപ്പോൾ അത്രത്തോളം കണ്ടൻറ്റ് കാര്യങ്ങൾ പുള്ളിക്കാർ കൊടുക്കുന്നുണ്ട്. പുള്ളിക്കാർ ടോപ്പ് 5 വരാൻ അർഹതയുണ്ട്. പുള്ളിക്കാർക്ക് ഒരുപാട് കേരളക്കരയായ ഒരുപാട് ഫാൻസുണ്ട്. ഇത് കേൾക്കുമ്പോൾ ഒരുപാട് പേര് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയുകയാണ്, ഞാൻ ജാസ്മിന് പൈസ മേടിച്ചെന്ന്, ജാസ്മിൻ ടീമിൻ്റെ ഇത് പൈസ മേടിച്ചെന്ന്. ഇന്നേ വരെ എനിക്കൊരു ടീം പൈസ തന്നില്ല. ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട്, നീയൊക്കെ പൈസ തരാതെ ചുമ്മാ പൈസ തന്നു പറയില്ല. എൻ്റെ സുഖം മറികട്ടല്ല. അല്ലെങ്കിൽ നീയൊക്കെ പൈസ അയച്ചു കളയാം. എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡി ഞാൻ പറഞ്ഞില്ല, AR ആകാശം. നീയൊക്കെ അതിൽ മെസ്സേജ് ചെയ്യാം, ഞാൻ ഗൂഗിൾ പേ നമ്പർ തരാം. ഒരു തേങ്ങ തരയില്ല. നീയൊക്കെ ചുമ്മാ ഇരുന്നിട്ട് കൊണ്ട പൈസ തന്നിട്ട് തന്നേന്ന് എന്ന് പറഞ്ഞ് ചുമ്മാ ഇരുന്നിട്ട്, അതാണ് എനിക്ക് ഇഷ്ടപ്പെടാത്ത. പൈസ തന്നിട്ട് പറഞ്ഞെങ്കിൽ ശരി, അതിൽ കാര്യമുണ്ട്. പൈസ തന്നേ ഇല്ല, ചുമ്മാ ഇരുന്നിട്ട് എന്നെ വെറുതെ ഇറിറ്റേറ്റ് ആക്കാൻ വേണ്ടി. സോ ഗൈസ്, അങ്ങനെ നിങ്ങൾ പൈസ എനിക്ക് ഓഫർ ചെയ്ത പോലെ ഞാൻ മേടിക്കില്ല. കാര്യം ഞാൻ സത്യസന്ധമായി സുതാര്യമായി നടത്തുന്ന ഒരു ചാനലാണ്. ഞാൻ എൻ്റെ നാട്ടിലെ എൻ്റെ സുഹൃത്ത് തമിഴ്നാട്ടിലുള്ള എൻ്റെ ചൊക്കലിങ്ക വായിച്ചു തന്ന അപ്ഡേറ്റ് മാത്രമാണ് ഞാൻ കാര്യങ്ങളായിട്ട് ചെയ്യുന്നത്. എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഇതിന് മാറ്റിയിട്ട് 1 മിനിറ്റിൽ തീർക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഇതാ ജാസ്മിൻ 2 ലക്ഷം, അർജുൻ 3 ലക്ഷം, ഇവർ 2 ലക്ഷം. അങ്ങനെ തീർത്തിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ തീർത്തുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ബെനിഫിറ്റ്? നിങ്ങൾ അടുത്ത വോട്ടിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇവരെ പോയിന്റ് ഔട്ട് ചെയ്ത് ഇവർ ചെയ്ത കണ്ടന്റ്, ഇവർ ചെയ്ത കാര്യങ്ങൾ, ഇവർക്ക് വേണ്ടി വോട്ട് ചെയ്യണമെങ്കിൽ ചെയ്തു എന്ന് പറഞ്ഞ് പോയിന്റ് ഔട്ട് ചെയ്ത് കാര്യങ്ങൾ പറയണം. അല്ലാതെ ഇപ്പം എല്ലാ കിഴങ്ങന്മാർ കുറേ യൂട്യൂബ് ചാനൽ അല്ലാത്തവരുടെ അവന്മാരൊക്കെ പറയണ പോലെയാണ് എനിക്ക് വേണമെങ്കിൽ 1 മിനിറ്റിനകത്ത് തീർക്കാനുള്ളൂ. പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യില്ല. സോ ഐ ആം ദ വെരി പ്രൊഡക്റ്റി ഓഫ് ദ ഗ്രാമസ് കിഡ്സ്. അത് മനസ്സിലാക്കും നിങ്ങൾ. സോ ഞാൻ അത്രേ പറയുന്നുള്ളൂ. കാര്യം ജാസ്മിൻ എന്ന വ്യക്തി നല്ല കണ്ടന്റ്, നല്ലൊരു കിങ് മേക്കറാണ്. കണ്ടന്റ് ഒരുപാട് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. പുള്ളിക്കാരിയിൽ ഇപ്പോൾ കുറേ പേര് വന്ന് ചോദിക്കണം, ജാസ്മിൻ വോട്ടാണോ എന്ന്. എടാ, ഈ ചോദിക്കണവൻ്റെ ഒരു ബുദ്ധിയില്ലെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എടാ, ജാസ്മിൻ്റെ പ്രൊഫൈൽ നിങ്ങളത് ചെക്ക് ചെയ്യണം. യൂട്യൂബിൽ 10 ലക്ഷം സബ്സ്ക്രൈബ് ഉണ്ട്. ഈ 10 ലക്ഷത്തിൽ 10 ലക്ഷത്തിൽ 5 ലക്ഷമെങ്കിലും ജാസ്മിൻ്റെ ഫാൻസ് ആയിരിക്കില്ലേ? ഇത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ പോലും ഇല്ലേ? അതുപോട്ട് ഇൻസ്റ്റാഗ്രാമിൽ പോയി നോക്കട്ടെ. ഇൻസ്റ്റാഗ്രാമിൽ പുള്ളിക്കാർക്ക് 7 ലക്ഷത്തിൽ എത്ര സബ്സ്ക്രൈബ് ഉണ്ട്. ആ 7 ലക്ഷത്തിൽ 4-5 പേരെങ്കിലും ഈ ബിഗ് ബോസ് കാണുന്നവരായിരിക്കില്ലേ? ഇതൊക്കെ ചിന്തിക്കാതെയാണ് ഇവന്മാരെല്ലാം കൂടെ വന്നിട്ട് ഇത് ബോട്ടാണോ ജെറ്റാണോ എന്ത് ചോദ്യമാണോ എനിക്കെല്ലാം മനസ്സിലാവുന്നില്ല. അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. നമ്മളിപ്പോൾ ഒരാളെക്കുറിച്ച് ആദ്യം നമ്മൾ അയാളുടെ ബയോഡാറ്റ ചിന്തിക്കണം. ബയോഡാറ്റ ചിന്തിക്കും മുന്നേ നമ്മൾ അയാളെ ഫ്ലാഷ് ബാക്കിൽ ചിന്തിക്കണം. ഫ്ലാഷ് ബാക്കാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്. അയാൾ സോഷ്യൽ മീഡിയ എത്രത്തോളം ആക്റ്റീവാണ്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അയാൾ എത്രത്തോളം ഭരിച്ചിട്ടുണ്ട്, സോഷ്യൽ മീഡിയ അയാളുടെ കൈകൾ ഭദ്രമാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. ഈ ജാസ്മിൻ ജാഫറിൻ്റെ കൈകളിൽ ഏറ്റവും കൂടുതലും ഭദ്രമായിരിക്കുന്നത് ജാസ്മിൻ ജാഫറിൻ്റെ കയ്യിലാണ്. ഒരുപാട് സോഷ്യൽ മീഡിയ യൂസർ, പിന്നെ ഒരുപാട് കണ്ടന്റ് ക്രിയേറ്റർ, യൂട്യൂബ് അണ്ണനെ വരെ കാണാൻ ജാസ്മിൻ പോയിട്ടുണ്ട്. ആ വീഡിയോ വരെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് ജാസ്മിൻ എന്ന് ആരൊക്കെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ജാസ്മിൻ ടോപ്പ് 5 വരേണ്ട ആളാണ്. ജാസ്മിൻ ഇപ്പോൾ ടോപ്പ് 2 നിൽക്കുന്നത്. ജാസ്മിനെ ടോപ്പ് 1 കൊണ്ടുവരിക എന്ന് പറഞ്ഞുകൊണ്ട് ജാസ്മിൻ ഫാൻസ് എല്ലാവരും കൂടെ കമൻറ്റ് ഇട്ട് നെരിക്കട മക്കളെ ഓടിവാ.
എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇന്നവരാണ് എനിക്ക് പൈസ തന്നിട്ടില്ല, നിങ്ങൾക്ക് പൈസ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം മെസ്സേജ് അയച്ചാൽ മതി. തത്തിന്തോതകതിമിതേതോ ബ്ലാക്ക് മണി തന്ന ആരഗതി താരോ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ജാസ്മിൻ്റെ പടയോട്ടം തുടങ്ങട്ടെ. ജാസ്മിൻ ടീമിൻ്റെ പടയോട്ടം തുടങ്ങട്ടെ. പുറത്ത് വൻ കലഹാലം കലാശകൾ ഉണ്ടാക്കട്ടെ. 2ാം സ്ഥാനത്ത് നിന്ന് ജാസ്മിൻ നേരെ 1ാം സ്ഥാനത്തേക്ക് കുതിച്ചുയരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത ആളിലേക്ക് പോകാം. ഞാനിപ്പോഴും പറഞ്ഞു ജാസ്മിൻ നല്ലൊരു ഗെയിമറാണ്, നല്ല രീതിയിൽ കണ്ടൻറ്റും കാര്യങ്ങളും കൊടുക്കുന്നുണ്ടെങ്കിൽ ആ പുള്ളിക്കാർ ടോപ്പ് 5 അർഹതപ്പെടുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ പറയടേ, ജാസ്മിൻ അല്ലാതെ ഇത്രയും കണ്ടൻറ്റ് കൊടുത്തൊരു വ്യക്തി നിങ്ങൾ കമൻറ്റ് കംസൽ ദി ആൻസർ. സോ നെക്സ്റ്റ് നമുക്ക് അടുത്ത് പോകാം. നെക്സ്റ്റ് ആരാണ്? നെക്സ്റ്റ് ഇപ്രാവശ്യത്തെ നോമിനേഷനിൽ ടോപ്പ് 1 നിൽക്കുന്ന വ്യക്തിയാണ് അഭിഷേക്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചെക്ക് ചെയ്ത് മനസ്സിലാവും. കഴിഞ്ഞ ആഴ്ച നിങ്ങൾക്ക് എൻ്റെ പഴയ വീഡിയോസ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. പഴയതല്ല, ഒരു മീൻസ് ഇന്നലത്തെ വീഡിയോ എടുത്താൽ മനസ്സിലാവും. അഭിഷേക് എന്ന വ്യക്തി എപ്പോഴും 3ാം സ്ഥാനമായിരുന്നു. അപ്പോഴും ഞാൻ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ അഭിഷേകിന് വോട്ടിടുക, അഭിഷേക് 1ാം സ്ഥാനത്തെ കൊണ്ടുവരും. പക്ഷേ ഇപ്പോൾ അഭിഷേക് 1ാം സ്ഥാനമായതിൻ്റെ മെയിൻ റീസൺ ഒന്നാമത്തെ കാര്യം ജിൻഡോ എന്ന വ്യക്തിയില്ല. അപ്പോൾ ജിൻഡോയുടെ വോട്ടുകളൊക്കെ അഭിഷേക് വന്നിട്ടുണ്ട്. അത് ഒന്നാമത്തെ കാര്യം. ഈ അർജുൻ്റെ വോട്ടൊക്കെ ശ്രീധുവിനോട്ട് പോയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സിജോയുടെ വോട്ടിൻ്റെ പകുതി ഭാഗവും ആക്കാൻ വന്നിട്ടുള്ള അഭിഷേകിന്. ഒന്നാമത്തെ കാര്യം, ഇവരാരും തന്നെ ഈ അഭിഷേകിൻ്റെ ജിൻഡോയുടെ വോട്ടും പിന്നെ അതുപോലെ തന്നെ സിജോയുടെ വോട്ടും ജാസ്മിൻ ആരും വോട്ടിടില്ല. കാര്യം ഇവർ രണ്ടുപേരും ജാസ്മിനെതിരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ ഫാൻസ് ആരും തന്നെ ജാസ്മിൻ വോട്ടിട്ടില്ല എന്നതാണ് എൻ്റെ കാൽക്കുലേഷൻ. അത് ശരിയായിരിക്കും, ശരിയല്ലാതിരിക്കാം. പക്ഷേ എന്തായാലും ഇപ്പോൾ അഭിഷേകിന് വോട്ടിടുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അഭിഷേക് ഒന്നാമത്തെ ദിവസം തൊട്ട്, ഒന്നാമല്ല, അഭിഷേക് ഒന്ന് വയൽക്കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ദിവസം തൊട്ട് ഇതുവരെ എന്ത് ചെയ്തു എന്നൊരു ചോദ്യമാണ്, ക്വസ്റ്റ്യൻ മാർക്ക്. ഞാൻ പറഞ്ഞു തരാം. അഭിഷേക് വന്ന സമയത്ത് തന്നെ ഒരു വലിയൊരു ഇതുണ്ടാക്കി. ആദ്യമായിട്ട് യെല്ലോ കാർഡ് മേടിച്ചൊരു വ്യക്തി അഭിഷേകാണ്. പിന്നെ അഭിഷേക് മിണ്ടിയിട്ടില്ല. പിന്നെ ഫിസിക്കൽ ഗെയിമൊക്കെ വരുമ്പോൾ കളിക്കും. പിന്നെ അഭിഷേക് തന്നെ ഇടയ്ക്ക് വെച്ച് പറഞ്ഞ് എനിക്ക് മടുത്തു പിടിപോണം. അഭിഷേകിൻ്റെ വീട്ടുകാർ തന്നെ വന്നിട്ട് പറയാണ്, മകളെ നീ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അടുത്ത ആഴ്ച വീട്ടിലിടാം എന്ന് അവർ തന്നെ പറഞ്ഞ കാര്യമാണ്. സോ ഗൈസ്, അഭിഷേക് എന്നൊരു വ്യക്തി മഞ്ഞക്കാട് കിട്ടിയതിന് ശേഷം അഭിഷേക് തളർന്നു. പിന്നീട് അഭിഷേക് ഉയർത്തെഴുന്നേൽപ്പ് ഒരു 3-4 ദിവസത്തിലാണ് അഭിഷേകിന് ഉയർത്തെഴുന്നേൽപ്പ്, നല്ല ഉയർത്തെഴുന്നേൽപ്പായിരുന്നു. അതൊരു കൺബാക്ക് ആയിരുന്നു, ഒരു തീ പാക്കായിരുന്നു. കാര്യം എല്ലാവരെയും അടിച്ചമർത്തി. അവിടെ എല്ലാവരും ചോദ്യങ്ങളൊക്കെ ലാസ്റ്റ് അഭിഷേകിന് വെള്ളം എന്നൊരു അഭിഷേക് പറഞ്ഞു. കാര്യം അത്രയ്ക്കൊരു കംബാക്കാണ്. ഞാൻ പറഞ്ഞു വെച്ചാൽ ഈ ടോപ്പ് 5 അകത്ത് നിൽക്കേണ്ട ഒരു വ്യക്തി തന്നെയാണ് അഭിഷേക് എന്ന് തന്നെ ഞാൻ പറയുന്നത്. പിന്നെ പലരും പറയുന്നു അഭിഷേക് അവിടെ സെൻറ്റിമെൻ്റ് അടിച്ചു. എടാ, നിങ്ങളത് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യമുണ്ട്. ഈ ജീവിത കഥ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതിൽ വേണമെങ്കിൽ അഭിഷേകിൻ്റെ കഥകൾ പറയാം. അഭിഷേക് അവിടെ കഥ പറയാതെ അഭിഷേക് ആ കഥ മൂടി വെച്ചിട്ട് പിന്നീടാണ് അഭിഷേക് കഥ പറഞ്ഞത്. ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ അഭിഷേകിന് ആദ്യത്തെ റൗണ്ടിൽ തന്നെ പുറത്താക്കാമായിരുന്നു. കാര്യം അഭിഷേക് 4-5 പ്രാവശ്യം നോമിനേഷൻ ഡയറക്റ്റായിട്ട് വന്നത്, ഒരു വാക്ക് പറഞ്ഞെന്നും പറഞ്ഞു. പക്ഷേ അഭിഷേക് എന്നിട്ട് ആ നോമിനേഷനിൽ പോയിട്ടില്ല. കാര്യം അഭിഷേക് നല്ലൊരു പ്ലെയറാണ്. നമ്പർ 1 ഗെയിമർ. ബാർബലസ് ഗെയിമറാണ് അഭിഷേക്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ അഭിഷേകിന് ഇനിയും മുന്നോട്ട് പോകാൻ പറ്റും. ഇപ്പോൾ അഭിഷേക് 1ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ ജിൻഡോയുടെയും അർജുൻ്റെയൊക്കെ വോട്ട് മറിഞ്ഞതാവാം, അങ്ങനെ വരാം. പിന്നെ അതുപോലെ തന്നെ അഭിഷേക് ഫാൻസ് ഒരുപാട് പേരുണ്ട്. കേരളക്കരയാകെ അഭിഷേക് ഫാൻസ് തരംഗമായിട്ടുണ്ട്. അങ്ങനെയും വന്നിട്ടുണ്ട്. സോ ഗൈസ്, നിങ്ങൾ ഇനിയും അഭിഷേകിന് വോട്ടിടുക. അഭിഷേകിന് ഇനി 1ാം സ്ഥാനത്ത് നിന്ന് ഇനിയും ടോപ്പ് 1 കൊണ്ടുവരിക എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നേരെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വേറെ ആളിലേക്ക് പോകാം. നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വോട്ടിടുമ്പോൾ നമ്മളിപ്പം അഭിഷേകിന് 2 ലക്ഷം ഉണ്ട്, നേരെ അഭിഷേകിന് എടുത്ത് പോകും എന്നല്ല നിങ്ങൾ ചിന്തിക്കേണ്ട. അഭിഷേകിന് വോട്ടിട്ട് കഴിഞ്ഞാൽ അഭിഷേക് അവിടെ നിൽക്കുന്നതിൽ ഡിസർവിംഗ് ആണോ, അഭിഷേക് ഗെയിം കളിക്കുന്നുണ്ടോ, അഭിഷേക് ഫിസിക്കൽ ഫിറ്റ് ആണോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നേരെ അഭിഷേകിൻ്റെ പടയോട്ടം തുടങ്ങട്ടെ. അഭിഷേകിൻ്റെ പടയോട്ടം തന്നെ. കാര്യം അഭിഷേക് ഒരു വലിയൊരു കംബാക്ക് തന്നെയാണ്. അഭിഷേകിൻ്റെ ഒരു വലിയൊരു കംബാക്കാണ്. അഭിഷേക് ഇനിയും ഉയരങ്ങൾ കീഴടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്. കാര്യം ഇപ്പോൾ 1ാം സ്ഥാനമാണ്. പക്ഷേ അതിൻ്റെ അകത്തുള്ള എല്ലാവരും വരുമ്പോഴത്തേക്ക് അഭിഷേകിൻ്റെ സ്ഥാനം താഴോട്ട് പോകാൻ ചാൻസ് കൂടുതലാണ്. അതിന് അഭിഷേക് താഴോട്ട് പോകണ്ട എന്ന് അഭിഷേകിന് തോന്നണമെങ്കിൽ അഭിഷേക് അതിൻ്റെ അകത്ത് എന്ത് ചെയ്യണം, ഗെയിം കളിക്കണം. ഇനി ആകെ വരലുന്ന ദിവസങ്ങളേ ഉള്ളൂ. അഭിഷേക് ഒരു തീയായി മാറട്ടെ. സുജോ പറയും പോലെ ഒരു കാട്ടു തീ പടരട്ടെ. റോക്കി ബൈയുടെ ബാക്ക്ഗ്രൗണ്ട് BGM ഒക്കെ ഇട്ടിട്ട് അഭിഷേക് കയറി വരട്ടെ. പിന്നെ അഭിഷേകിൻ്റെ ഒരു റീൽ കണ്ടായിരിക്കും നിങ്ങളെല്ലാവരും. മറ്റേ ജയിലിൻ്റെ അകത്ത് പോയപ്പോഴത്തേക്ക് എൻ്റെ പൊന്നേ സീന് സാധനം എൻ്റെ പൊന്നുകളെ ഒരു രക്ഷയില്ല. അത് ബെത്ലഹേമിൽ ലാലേട്ടനായിട്ടാണ് അഭിഷേക് അഭിനയിച്ചത്. അതിൽ നന്ദനയാണ് വന്നത്. നന്ദനായിരുന്നു മഞ്ജു വാര്യരായത്. അതിനെ കൊളാക്കി അതിനെ മെഴി വെച്ചിട്ടുണ്ട് നന്ദന. അഭിഷേക് സൂപ്പറായിരുന്നു, മോഹൻലാൽ അടിപൊളി. അതിലെ സുരേഷ് ഗോപി ആയത് ഇതായിരുന്നു, ജിൻഡോ ആയിരുന്നു. അപ്പോൾ ജിൻഡോ ഇപ്പോൾ അഭിഷേക് പറയാണ്
ബെത്ലഹേമിലേക്ക് ഇനി ഞാൻ വരില്ല. സൂപ്പർ സാധനം പുണ്യ അടിപൊളി സാധനം, സൂപ്പർ അടിപൊളി അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി സാധനം. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടാണ്, നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട്. നന്ദനയുടെ പെർഫോം മാറ്റി വെച്ച ബാക്കിയെല്ലാം കൊള്ളാം. നന്ദന അതിൽ ചളിയാക്കി വൃത്തികേടാക്കി കളഞ്ഞ്. അഭിഷേക് അടിപൊളി. അഭിഷേക് എന്ന് ലാസ്റ്റ് മാറി കരയണൊക്കെ നല്ല സൗണ്ടിൻ്റെ ഗാംഭീര്യം എല്ലാം അടിപൊളിയായിരുന്നു. പക്ഷെ നന്ദന അതിനെ എത്രത്തോളം വൃത്തികേടാക്കാൻ പറ്റും അത്രത്തോളം വൃത്തികേടാക്കി കൊടുത്തിട്ടുണ്ട്. ജിൻഡു അടിപൊളിയായിട്ടുണ്ട്. ജിൻഡു ലാസ്റ്റ് കല്യാണം വരെ കഴിക്കുന്ന സീനുണ്ട്. അടിപൊളി സാധനമായിരുന്നു, കൊള്ളായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. കാര്യം ഇങ്ങനത്തെ നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിൽ അഭിഷേകിന് ഇനി ഒരുപാട് വോട്ടും കാര്യങ്ങളൊക്കെ പോയത്. കാര്യം ആ ഷോർട്സൊക്കെ നല്ല റീച്ചൊക്കെ പോയത്. അങ്ങനത്തെ ഒരുപാട് കണ്ടന്റും ഒരുപാട് ടാലൻ്റ് ഉണ്ടെന്ന് അഭിഷേക് തെളിയിച്ചാണ്. അപ്പോൾ ആ ടാലൻറ്റ് കൊണ്ട് കാണിക്കാതെ ഒരു സൈഡിൽ ഇരിക്കാതെ നല്ല നല്ല ഈ ഷോർട്സും കാര്യങ്ങളൊക്കെ ഇനിയും മുന്നോട്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അഭിഷേകിന് ഒരു അപ്ലാസ് കൊടുക്കാം. എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അഭിഷേക് ഇനിയും വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇനിയും മുന്നോട്ട് അഭിഷേക് ഇനിയും വരട്ടെ. നമുക്ക് അടുത്ത ആളിലേക്ക് പോവാം. മുടിയനാണ് 6ാം സ്ഥാനം, 70,000 വോട്ടോളം. ഈ അൻസിബയുടെ വോട്ടൊക്കെ മുടിയനിട്ട് വരും. അപ്പോൾ അൻസിബയ്ക്ക് വലിയ വോട്ടൊന്നുമില്ല, എന്നാലും മേ ബി കുറച്ച് വോട്ടൊക്കെ മുടിയന് വരും. മുടിയനൊരു ഗെയിമറാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടിയനൊരു ഗെയിമറല്ല. പക്ഷേ മുടിയനെ ഗെയിമിങ് അല്ലാത്തൊരു തകർത്ത ലാസ്റ്റ് സിറ്റുവേഷൻ ഉണ്ട്. ഇവരെല്ലാവരും കസേരയിൽ നിന്നിട്ട് ചോദിക്കുകയാണ്. അർജുൻ പറയണേ എനിക്ക് ടിക്കറ്റ് ഫിനാലേക്ക് വരാൻ പറ്റില്ല, ഞാൻ വീക്കാണ്, എനിക്കത് തരണം. ഉടനെ മുടിയൻ പറഞ്ഞു അതെന്ത് ശരിയടേ, നമ്മളൊക്കെ പിന്നെ ഓസിനാണോ, നമ്മളൊക്കെ ഓസിനാണോ പണിയെടുത്തെന്ന് ചോദിക്കും. അപ്പം അർജുൻ പറഞ്ഞു ഓസിനല്ലടാ, അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. അപ്പോഴത്തേക്കും ജാസ്മിൻ പറയാണ് ഇത് ആർക്കും കിട്ടാതെ പോകരുത്, ഐ വിൽ ക്വിറ്റ് ദ ബാക്ക് എന്ന് പറഞ്ഞ് ജാസ്മിൻ പുറകോട്ട് മാറുകയാണ്. അപ്പോൾ തന്നെ അഭിഷേക് എൻ്റെ പൊന്നെ, അപ്പോൾ അർജുൻ്റെ ഒരു തീ സാധനമുണ്ട്. അർജുൻ പറയാണ് എന്നാൽ എൻ്റെ അടുത്ത ഓപ്ഷൻ ഋഷി, തത്തീന്തോദാഗതിമിതേതു. അപ്പോൾ അഭിഷേക് പറഞ്ഞ അപ്പോൾ എൻ്റെ ഓപ്ഷൻ ഋഷി തന്നെ, തത്തീന്തോദാഗതിമിതേതു എന്ന് വെച്ചാൽ ഇപ്പോൾ ഓസിൻ ആര് കൊണ്ടുപോയെന്ന് നിനക്ക് മനസ്സിലായല്ലോ, ഋഷിയാണ്. അവൻ തന്നെ ചോദിച്ചു ഓസിനാണ് കൊണ്ടുപോകുന്നത്. ലാസ്റ്റ് അവന് തന്നെ ഓസിന് കിട്ടി. എൻ്റെ പൊന്നെ, ഇറ്റ് വാസ് എ മൈൻഡ് ഓഫ് ദ ഗെയിം എന്ന് നമ്മൾ പറയാം. അങ്ങനെയാണ് പറയാൻ ഇതിനൊക്കെ. സോ ഗൈസ്, മുടിയനെക്കുറിച്ച് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ മുടിയൻ ആദ്യം വന്ന ദിവസം തൊട്ട് ഇത്തേ ദിവസം വരെ മുടിയനെക്കുറിച്ച് എടുത്ത് പറയാവുന്നൊരു കണ്ടന്റ് പോലും എനിക്കില്ല. പിന്നെ ആദ്യത്തെ ദിവസം വന്ന് കിടന്ന് കരഞ്ഞ് മെഴുകി ആ പില്ലൊക്കെ കടിച്ച് പിടിച്ച് മെഴുകൊക്കെ ആയിരുന്നു. പിന്നെ ആ ശ്വാസം മുട്ടിയിട്ട് അവളെ പറഞ്ഞു വിട് ഇവളെ പറഞ്ഞു വിട്, ഒരു റെസ്പെക്റ്റ് ഇല്ല. ഒരു പെൺകുട്ടിയെടുത്ത് ഇങ്ങനെ സംസാരിക്കണമെന്ന് മുടിയൻ അറിഞ്ഞുവിടുക എന്നാണ് യാഥാർത്ഥ്യം. അപ്സരയൊക്കെ ചുമ്മാ ഇവിടെ ചീത്ത വിളി. പക്ഷേ മുടിയൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ മുടിയൻ ഫ്രണ്ട്സായിട്ട് കാണുന്നവരൊക്കെ മോളെ തക്കടു വാ വേക്കുടു കുട്ടുകുടു കിടകട കിടകട എന്ന് വിളിക്കാൻ അറിയാം. മുടിയനെ റെസ്പെക്റ്റ് ഇല്ലാത്തവരെയൊക്കെ വാടി പോടി എന്നൊക്കെ വിളിക്കാൻ അറിയാം. പക്ഷെ മുടിയൻ ആരും ഒന്നും പറയാൻ പാടില്ല. അതെന്തൊരു ഏർപ്പാടേ. ഇവൻ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ പറയാം കിടന്ന് മെഴുവെക്കും. ഇവൻ ആരും ഒന്നും പറയാൻ പാടില്ല. പക്ഷെ ഇവനെല്ലാവരും പറയാം. ഇവൻ ആ റേഡിയാണ് മുടിയൻ. സുഖേഷ്, ഞാൻ ഇപ്പോഴും പറയുന്നത് മുടിയൻ നല്ലൊരു ഗെയിമർ കാര്യങ്ങളൊന്നുമില്ല. മുടിയൻ്റെ ആകെ കണ്ടന്റ് പുറത്ത് പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ട വന്ന സമയത്ത് സുഗമു ദേവി ഈ 70 ദിവസം 80 ദിവസമായപ്പോൾ ആകെ ഒരു ചിരിക്കുക എന്നുള്ളതും ആ സൂപ്പർ സാധനം ആകെ മാത്രം. ലാലേട്ടൻ്റെ ചിരി കണ്ടന്റ് പൊന്നെ, അത് മതി. അത് മാത്രമാണ് ആകെ ഉള്ള കണ്ടന്റ്. അല്ലാതെ ഇന്നേ വരെ ഒരു കണ്ടന്റ് ഞാൻ കണ്ടിട്ടില്ല. കാര്യം ഫോർ എക്സാമ്പിൾ മുടിയൻ കഴിഞ്ഞ സീസണിൽ ലാലേട്ടൻ്റെ ഈ ഒരു സംഭവം മാത്രമേ ഉള്ളൂ മുടിയൻ. അല്ലാതെ വേറെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അല്ലാതെ വേറെ ഏതെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. പിന്നെ ഗെയിമും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതൊക്കെ ഗെയിമൊക്കെ ജയിച്ചിട്ടുണ്ട്. പിന്നെ ഫൈറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ കുഴപ്പമില്ല. പിന്നെ ഇത് പുള്ളിക്കാരൻ തന്നെ പറഞ്ഞ പുള്ളിക്കാരൻ ഡാൻസ് എന്ന് ലാലേട്ടൻ്റെ ബർത്ത്ഡേക്ക് കാണിച്ചു കൂട്ടിയ വേലകൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അയ്യോ പ്രോ ഡാൻസറാണ്, പ്രോ. ഇത്ര പറഞ്ഞുകൊണ്ട് ഞാൻ ഋഷിയുടെ വാക്കുകൾ നിർത്തുന്നു. കൂടാതെ ഋഷി ഗെയിമറാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഋഷിക്ക് പറ്റിയതല്ല. ഋഷിയുടെ ഗെയിമോ കാര്യങ്ങളൊന്നും വർക്കാവുന്നില്ല. അതൊന്നാമത്തെ കാര്യം. അതിൽ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഋഷിയുടെ ഗെയിമോ കാര്യങ്ങളൊന്നും വർക്കാവുന്നില്ല. പിന്നെ ഋഷി പറയുകയാണ് ഞാൻ പിന്നെ ഋഷിക്ക് ഒരുപാട് ഫാൻസ് വരാൻ കാര്യം 7 വർഷമായിട്ട് ഋഷി ഫ്ലവേഴ്സ് എന്നൊരു വലിയൊരു ചാനലുണ്ട്. ആ ചാനലിലെ ഉപ്പുമുളകിലെ ടീമാണ്. അതിൽ അങ്ങനെ മകനാണ്. അപ്പോഴത്തേക്ക് അത്രത്തോളം ജനമനസ്സുകൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യനായതുകൊണ്ട് തന്നെ അങ്ങനെ ഒരുപാട് വോട്ട് മറി. അല്ലാതെ മുടിയൻ എണ്ണി പറയാവുന്ന വോട്ടോ അല്ലെങ്കിൽ കണ്ടന്റോ ഒന്നും എൻ്റെ അറിവിലില്ല. ഇന്നേ വരെ ഞാൻ കണ്ടിട്ടുമില്ല. ഇന്നേ വരെ ഇല്ല. ഡാൻസോ കാര്യങ്ങളൊന്നുമില്ല. എന്ത് ഡാൻസ് കളിക്കാൻ പറയുമ്പോൾ കാലൊക്കെ ഇട്ട് പിണഞ്ഞുണഞ്ഞുണഞ്ഞ കിടക്കണതാണ്. അല്ലാതെ ഇന്നേ വരെ ഡാൻസോ കാര്യങ്ങളോ ഞാനൊന്നും കണ്ടിട്ടില്ല. മുടിയൻ നിങ്ങൾക്ക് നിൽക്കണം എന്നാഗ്രഹമുണ്ടെങ്കിൽ മുടിയനെ നീ നല്ല രീതിയിൽ വോട്ട് ചെയ്യണം. മുടിയൻ 6ാം സ്ഥാനത്താണ് കിടക്കുന്നത്. മുടിയനെ 6 നിന്ന് 5, 4, 3, 2, 1 ഇനിയും ഇഷ്ടം പോലെ കടമ്പകൾ ചാടി വേണം മുടിയന് പോകാൻ. കാര്യം വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. നിങ്ങൾക്ക് വോട്ടിട്ട് കഴിഞ്ഞാൽ മുടിയൻ നിർത്താം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ പുള്ളിക്കാരെ നിർത്തിയിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. പക്ഷേ ഞാൻ ഇപ്പോഴും പറയുന്നത് ഈ ആഴ്ച ചിലപ്പോൾ മുടിയനൊരു തീയായി മാറിയാൽ നിങ്ങൾ വോട്ടിടണം. കാര്യം ഈ ആഴ്ച തീയായി മാറി നിങ്ങൾ വോട്ടിടണം. ഭാര്യ ഇത്ര ദിവസങ്ങളിലൊന്നും ചെയ്തിട്ടില്ല.
പിന്നെ ഇപ്രാവശ്യത്തെങ്കിലും ആവണമെങ്കിൽ നിങ്ങൾ വോട്ടിടണം. പിന്നെ മുടിയൻ പലപ്പോഴും പലരുടെയും പില്ലോയി മാറുക എന്ന് വെച്ചാൽ പില്ലോ മീൻസ് മനസ്സിലായില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തൂണിൻ്റെ ബാക്കിൽ പോയി മടങ്ങിക്കുക. കാര്യം ഇപ്പം കുറേ ദിവസങ്ങളോളം അൻസിബയാണ് ഉയിരി, അൻസിബൻ്റെ അനിയത്തിയാണ്, ചേച്ചിയാണ്, അങ്ങനെ അങ്ങനെ. എടി ഇത് സെഗ്മെൻറ്റിൽ കളിക്കാനോ അങ്ങനെയുള്ള ഗെയിമല്ല. ഇത് ഒരു ട്രോഫി ഉള്ളൂ, അത് എല്ലാവർക്കായിട്ട് വലിച്ചു കീറി കൊടുക്കുന്നില്ല, ആ ഒരാൾക്ക് കൊടുക്കും, രണ്ടു കൊടുക്കുന്നില്ല. അത് മനസ്സിലാക്കണം. പിന്നെ നമ്മളെ സിബിൻ വന്ന സമയത്ത് മുടിയെ മനസ്സിലായി സിബിൻ ഒരു നല്ലൊരു ഗെയിമറാണ്, സിബിൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ തനിക്ക് മുന്നോട്ട് പോകാം, സിബിൻ തന്നെ അറ്റാക്ക് ചെയ്യില്ല എന്ന് പറഞ്ഞ് സിബിൻ്റെ കൂടെ മുടിയെ ഒരുപാട് പ്രാവശ്യം നിൽക്കണുണ്ട്. പിന്നെ ഇപ്പം ഋഷി നിൽക്കുന്ന ആരോടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിഷേകിൻ്റെ കൂടെ. അഭിഷേക് ഒരു നല്ല ഗെയിമറാണ്. അഭിഷേകിൻ്റെ കൂടെ തന്നെ അഭിഷേക് എന്നെ ഫൈറ്റ് ചെയ്യാനോ കാര്യങ്ങളൊന്നും വരില്ല, അഭിഷേകിൻ്റെ കൂടെ നിൽക്കുക. അങ്ങനെ അഭിഷേകിൻ്റെ ചില കാര്യങ്ങൾ ആരും ഇടപെട്ടില്ലെങ്കിൽ പോലും ആ മുടിയൻ കയറി ഇടപെടുക. ഇപ്പം അഭിഷേക് ഒറ്റയ്ക്ക് എല്ലാവരും കൂടെ ഒരു ഫൈറ്റ് സീൻ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അഭിഷേക് എല്ലാവരും കൂടെ ഫൈറ്റ് ചെയ്ത് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോഴത്തേക്കും മുടിയെ പോലും എന്ന് ചാടി ഇറങ്ങി കരഞ്ഞ് മെഴുകി. അത് അങ്ങനെയല്ല, അവൻ പറഞ്ഞു എനിക്ക് മനസ്സിലായല്ലോ എന്ന് പറഞ്ഞ് അഭിഷേകിനെ സപ്പോർട്ട് ചെയ്യുക. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം, ഓരോരുത്തരെ പില്ലുകളാറ്റി നിൽക്കാതെ ഒറ്റയ്ക്ക് നിന്ന് കളിച്ചാൽ മാത്രം നേടാൻ പറ്റുന്നൊരു ഗെയിമാണിത്. അത് മനസ്സിലാക്കിയുള്ള മുടിയനെ ഇനി നിങ്ങൾ നിർത്തണമെങ്കിൽ വോട്ടറിൽ അത്രേ പറയുന്നുള്ളൂ. മുടിയൻ നല്ലൊരു ഗെയിമറാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് അല്ല. 3ാം സ്ഥാനം 1 ലക്ഷം. കാറിൻ്റെ അകത്തിരുന്നിട്ട് കേരളത്തിലുള്ളതും പുറത്തുള്ളതും ഡോക്ടർ ക്രോമിനെ പോലെയായിരുന്നു. പുള്ളിക്കാരെ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുമായിരുന്നു, പുറത്തുള്ളതും അവർക്ക് അകത്തുള്ളതും. ഇനി ചർച്ച ചെയ്യാൻ ഒന്നുമില്ല. പക്ഷേ പുള്ളിക്കാരൻ വീട്ടിൻ്റെ അകത്ത് കയറിയപ്പം ഉറങ്ങിപ്പോയി എന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ എനിക്ക് തോന്നിയിട്ടില്ല, നല്ല ഗെയിമറാണ്. ഇപ്പം ഈ ഡോക്ടർ റോബിൻ എന്ന് പറഞ്ഞ ഒരു പുള്ളിക്കാരുണ്ട്. കഴിഞ്ഞ സീസൺ അതിൻ്റെ സീസൺ എന്തുണ്ടായിരുന്നു, ഇങ്ങേര് വന്നിട്ട് ഈ സായിയെ ട്രോൾ ചെയ്തിട്ടുണ്ട്. നിങ്ങളൊരു കൂട്ടുകാരനകത്ത് കയറിയിട്ട് ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്ന്. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം റോബിൻ്റെ അടുത്താണ്, ഈ അകത്ത് കിടന്ന് അലറി കയറി വിളിക്കുന്നതോ പുറത്ത് വന്ന് കൂവി വിളിക്കുന്നതോ അല്ല ഗെയിം. അതിപ്പോൾ ചിലപ്പോൾ അത് റോബിൻ്റെ ഗെയിം ആയിരിക്കാം. പക്ഷേ സായിയുടെ ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈലൻ്റ് ആയിട്ടുള്ള ഗെയിമാണ്. സായി തന്നെയാണ് പറഞ്ഞത് ലാലേട്ടൻ ഞാൻ നല്ലൊരു മനുഷ്യനായി മാറിയിട്ടുണ്ട്, എൻ്റെ ഗെയിമും കാര്യങ്ങളൊക്കെ ഞാൻ എനിക്ക് തോന്നുന്നു ഈ ബിഗ് ബോസ് കൊണ്ട് ഏറ്റവും കൂടുതലും ഒരുപാട് പ്ലസ് പോയിന്റ് കിട്ടിയത് സായിക്കാണ്. സായിക്ക് ഒരു നല്ല മനുഷ്യനാവാൻ പറ്റി. സായിയുടെ വീട്ടുകാരായിട്ട് ബിഗ് ബോസ് കാരണം ആ ഒരു പ്രശ്നങ്ങൾ മാറിയിട്ടുണ്ട്. എത്രയും നല്ല നല്ല കാര്യങ്ങളാണ് നടന്നത്. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അല്ലാതെ കീറി വിളിക്കുന്നതോ മറ്റേ അലറി വിളിച്ച് മെഴുകുന്നതോ ഒരു ഗെയിമിംഗ് അല്ല എന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. പേഴ്സണലി എനിക്ക് തോന്നുന്നത് സായി നല്ലൊരു ഗെയിമറാണ്. സായിയുടെ ഗെയിം നിങ്ങൾക്ക് ആദ്യം മനസ്സിലാവും. കാര്യം പുറത്ത് കിടക്കുന്ന കാര്യങ്ങളെല്ലാം ചെന്ന് ഇഞ്ചക്ട് ചെയ്ത് അത് ഇഞ്ചക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തളരുകയാണ്. എടാ പുറത്ത് നിനക്ക് നെഗറ്റീവ് ഇടാ, നീ ഇങ്ങനെയൊക്കെ ഒന്ന് ഗെയിം കളിക്കില്ല എന്ന് പറയുമ്പോൾ ശരി എൻ്റെ ഗെയിമൊക്കെ ഇങ്ങനെ ആയിപ്പോയില്ല എന്ന് അവർ തളർന്നങ്ങ് വീഴുകയാണ്. അതാണ് സായിയുടെ മൈൻഡ് ഗെയിം എന്നാണ് എനിക്ക് മനസ്സിലായത്. ഇപ്പം പുറത്തുനിന്ന് ഒരാൾ വരും പറയല്ല, നിനക്ക് വീട്ടിലൊന്നും കയറ്റില്ല, കാര്യം നിൻ്റെ ഗെയിമൊക്കെ ഭയങ്കര മോശമാണ്, നീ ഇങ്ങനെ ഗെയിം കളിച്ച് പോകല്ലേ, നിനക്ക് ഭയങ്കര നെഗറ്റീവാണ് എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി ആ ഗെയിമർ ഡൗൺ ആവും. അതാണ് സായി ചെയ്തത്. സായി എല്ലായിടത്തും പോയി നിൻ്റെ ഗെയിം മോശം, അവൻ്റെ ഗെയിം മോശം എന്നെല്ലാം സായി പറഞ്ഞ് സായിക്ക് ബിഗ് ബോസ് വാണിംഗ് കൊടുത്തു, ഇനി അങ്ങനെ പറയരുതെന്ന് പറഞ്ഞു. പക്ഷേ അത് സായിയുടെ ഗെയിമാണ്. സായി എന്നിട്ട് പറഞ്ഞില്ല, ഞാൻ ഇനിയും പറയും. കാര്യം ബിഗ് ബോസ് വാണിംഗ് തരണവരെ ഇനി ആവർത്തിക്കരുതെന്ന് പറഞ്ഞതുവരെ സായി പറയുമെന്ന് പറഞ്ഞ് സായി അതുപോലെ എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ടെന്ന്. പിന്നെ ലാസ്റ്റ് ബിഗ് ബോസ് വാണിംഗ് കൊടുത്തപ്പോൾ സായി നിർത്തിയത്. സായിയെക്കുറിച്ച് പറഞ്ഞാൽ സായിക്ക് ഒരു നല്ല രീതിയിൽ ഗെയിമാണ് സായി കളിക്കുന്നത്. കാര്യം ഇത്ര വൈറ്റ് കാർഡ് ഇൻ്റർവ്യൂ വന്നിട്ട് പുറത്തിടുന്ന കാര്യങ്ങളെല്ലാം കൂടെ അവരുടെ അടുത്തൊക്കെ ഇഞ്ചക്ട് ചെയ്ത് അവരെ ഡൗൺ ആക്കാൻ നോക്കി. കുറച്ചുപേർ ഡൗൺ ആയി, കുറച്ചുപേർ ഡൗൺ ആയില്ല. കൂടാതെ പല പോയിന്റ് മാത്രമേ സായി പറയുന്നുള്ളൂ, അല്ലാതെ ചുമ്മാ എല്ലാ വള്ളിയും സായി കയറി പിടിക്കില്ല. ഈ നോറ എന്ന് പറയുന്നത് എൻ്റെ കൈ മുറിഞ്ഞു, എൻ്റെ കൈ കണ്ടു മറ്റൊരു ടാസ്ക് ഉണ്ടായിരുന്നു അറിയാമോ, പുഷപ്പ് അടിക്കുന്നത്. അപ്പം ജിൻഡു രണ്ടൊരു കയറ് കിട്ടുന്നതാണ്. ഈ കയറ് കിട്ടുമ്പോൾ അത് ഫണ്ണാക്കണം, ഇങ്ങനെ ആക്കണം. അപ്പോഴത്തേക്കും പറയണം നോറേൻ്റെ കൈ പോയി കണ്ട് ഇയാൾ അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുക. അപ്പോൾ സായി ഇടിച്ചിട്ട് പറഞ്ഞ് ഇതൊരു ടാസ്ക്കാണ്, ഇത് കൈ പൊട്ടിയെന്നോ ചീറ്റിയെന്നോ എന്നൊക്കെ കരഞ്ഞ് മെഴുവാനൊന്നും വയ്യ, നമുക്ക് കേൾക്കാനും വയ്യ, നമുക്ക് നിങ്ങളെ കരച്ചിൽ കാണാനും വയ്യ എന്ന് പറഞ്ഞ് സായി ഒറ്റ വാക്കിൽ നിർത്തി. കാര്യം അത്ര കാര്യങ്ങൾ കറക്റ്റ് പോയിന്റ് മാത്രമേ സായി പറഞ്ഞു. അല്ലാതെ ചുമ്മാ കിടന്നിട്ട് കാക്കകൂട്ടി കല്ലിട്ട് 50 പേര് സംസാരിക്കുമ്പോൾ അതിനിടയിൽ പോയി കിടന്നിട്ട് എന്ന് വിളിക്കാതെ ഈ 50 പേര് സംസാരിക്കുമ്പോൾ അതിൻ്റെ ഒറ്റ അറ്റത്ത് മാറി നിന്നിട്ട് ഇതാണ് പോയിന്റ്, എനിക്ക് ഇത്ര പറഞ്ഞുള്ളൂ എന്ന് പറഞ്ഞ് പോകുന്നതാണ് യഥാർത്ഥ മാസം എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് തന്നെയാണ് സായി ചെയ്യുന്നത്. സായിയുടെ ഫാൻസ് എല്ലാവരും വന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. ഇപ്പോഴും ഞാൻ പറയുന്നത്, നിങ്ങൾ ബിഗ് ബോസിൽ ആർക്കാണ് വോട്ടിട്ടതെന്ന് കമൻറ്റ് ചെയ്യണം. മസ്റ്റ് കമൻറ്റാണ്. നിങ്ങളുടെ കമൻറ്റിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നിങ്ങൾ ആർക്കൊക്കെയാണ് വോട്ടിട്ടതെന്ന്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഇഷ്ടംപോലെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ സമയമില്ല. വോട്ടിംഗ് ഈസ് എൻഡിങ്. വോട്ടിങ്ങിൻ്റെ അവസാന ഘട്ടങ്ങളിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. കാര്യം നിങ്ങൾക്ക് ഞാൻ എപ്പോഴും പറഞ്ഞ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇനി നിങ്ങൾ വോട്ട് ചെയ്യാൻ സമയമില്ല. കാര്യം ഇനി സമയം കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ ഒരു സമയമില്ല. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങളുടെ വോട്ടിങ് കറക്റ്റായുള്ള ആൾക്ക് മാത്രം ഇടുക. അല്ലാതെ
ഇപ്പോൾ ഒരുത്തന് 4 ലക്ഷം ഉണ്ട്, അവൻ്റെ കൂടെ പോയി ഇരിക്കുക എന്ന് പറഞ്ഞിടരുത്. നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഇപ്രാവശ്യം നല്ല നല്ല ആൾക്കാരെ നിർത്തിയിട്ട് ഒരു കണ്ടന്റും ചെയ്യാത്ത വെറുതെ മറ്റേ പവർ റൂമും മറ്റു കാര്യങ്ങളൊക്കെ എത്തിക്കണം, അതിൻ്റെ അകത്തിരിക്കുന്ന കുറേ എണ്ണം ഉണ്ട്, അതിനെയൊക്കെ പറഞ്ഞുവിടാൻ നോക്കുക. കൂടാതെ സായി നല്ലൊരു ഗെയിമറാണ്, സായിക്ക് വോട്ട് ചെയ്യുക എന്ന് ഞാൻ പറയുന്നുണ്ട്. സായി ഇപ്പം 3ാം സ്ഥാനത്താണ്. ടോപ്പ് 5 വരാൻ അർഹതയുള്ള ഒരു പേഴ്സണിൽ ഏറ്റവും നല്ലൊരു പേഴ്സൺ സായി തന്നെ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? സായിക്ക് വേണ്ടി വോട്ട് ചെയ്യണം. സായിക്ക് വേണ്ടി എനിക്കിവിടെ സായിയുടെ സായി ബിഗ് ബോസിൻ്റെ അകത്ത് കളിക്കുകയാണ്. അതുപോലെ തന്നെ 24/7 സായിയുടെ വീട്ടുകാർ കാറിൻ്റെ അകത്തിരുന്ന് 24/7 സായിയെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും ലൈവ് അപ്ഡേറ്റ് ആണ് ഫേസ്ബുക്കിൽ യൂട്യൂബിൽ അവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അവർ പറയുന്നത് സായിക്ക് ഗെയിം കൊള്ളാം. സായിയുടെ ആദ്യം ഒരുപാട് പേര് ട്രോളി. ആദ്യം സായിക്ക് ഒരു പാട്ടായിരുന്നു, പക്ഷേ സായിയുടെ ഗെയിം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. സായി എല്ലാ ഗെയിമും വളരെ എൻജോയ് ചെയ്താണ് കളിക്കുന്നത്. അതിൽ എത്ര പേരാണ് എൻജോയ് ചെയ്ത് ഗെയിം കളിക്കുന്നത്? എൻ്റെ അറിവില്ല. എൻ്റെ അറിവിൽ വിരലെണ്ണാവുന്ന ആളുകൾ മാത്രമല്ല. ആ വിരലെണ്ണാവുന്ന ആളുകൾ ഒറ്റ ആൾ സായിയാണ് ഫസ്റ്റ് നിൽക്കുന്നത്. എല്ലാ ഗെയിമും വന്നാലും തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചില്ലെങ്കിൽ പോലും എൻജോയ് ചെയ്ത് കളിക്കുക. ഡാൻസ് കളിച്ച് പാട്ട് പാടി എല്ലാം എൻജോയ് ചെയ്ത് കളിക്കുക. അതാണ് ഗെയിം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ചുമ്മാ വ്യക്തിവൈരാഗ്യം വെച്ച് അന്ന് തന്നെ ഇങ്ങനെ പറഞ്ഞു ഇനി അങ്ങനെ ചെയ്യുള്ളൂ എന്ന് പറയാതെ നല്ല നല്ല ഗെയിമുകൾ മാത്രമാണ് സായി കളിക്കുന്നത്. പിന്നെ സായിയുടെ കാറിൻ്റെ അകത്ത് ഇപ്പോഴും പുള്ളിക്കാരി ഇരുന്ന് തന്നെ ആ പുള്ളിക്കാരി സായിയുടെ ഭാര്യ എന്ന് പറയുന്നുണ്ട്. സായിയുടെ ഗെയിമും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. പിന്നെ ഒരുപാട് ട്രോളും കാര്യങ്ങളും വരുന്നുണ്ട്. ഇപ്പോഴത്തെ സായിയുടെ പുതിയ പാട്ട് മൃദുസാന്ത്വനം ഇന്നെവിടെയാ മൊഴികൾ, ഇന്നെവിടെയാണെന്നുണരും പുതുപുലരി സൂര്യമുഖം എന്ന് പറഞ്ഞ പാട്ടാണ്. സായി ഫാൻസ് കമൻറ്റ് ചെയ്യുക. 5ാം സ്ഥാനം 75,000 വോട്ടാണ്. ഇന്നലത്തെ ഒരു ഡിബേറ്റാണ് നമുക്ക് ആദ്യം എടുക്കാം. ഇന്നലത്തെ ഡിബേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പരസ്പരം സംസാരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു പോയിന്റ് പറഞ്ഞ് കഴിഞ്ഞ് നിർത്തുമ്പോൾ അടുത്ത ഇതിനെക്കുറിച്ച് ഡിബേറ്റ് ചെയ്യുക എന്നാണ് പോയിന്റ്. ഇത് ചുമ്മാ ആയിരുന്നു സിജോയെ നോറ വിളിച്ചുകൊണ്ട് പോവാമോ പോവാമല്ലോ. പോയി കഴിഞ്ഞിട്ട് എന്താണ് പറഞ്ഞത് ഇന്നേ വരെ എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾക്കാർക്കെയും മനസ്സിലായി? നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സത്യം പറയാം ബിഗ് ബോസിന് മനസ്സിലായില്ല, ലാലേട്ടന് മനസ്സിലായി, പ്രേക്ഷകരെ മനസ്സിലായി, ആർക്കും മനസ്സിലായില്ല. എന്തോ കാട് കയറി ഉൾക്കാട്ടിലൊക്കെ പോയി എന്തൊക്കെയോ പറഞ്ഞു കൂട്ടണമെന്ന് എനിക്ക് തന്നെ മനസ്സിലായി. ആദ്യം തൊട്ട് അവസാനം. പിന്നെ ലാസ്റ്റ് ടൈം പറയണം സിജു ചേട്ടാ എൻ്റെ അടുത്ത് വന്നപ്പോൾ സിജു ചേട്ടൻ ഈ ചായ വേണമെന്ന് പറയുമ്പോൾ സിജു ചേട്ടൻ മുണ്ടൊക്കെ മടക്കി കുത്തിയാണ് വന്നിരുന്നത്. അപ്പോൾ സിജു പറഞ്ഞ് അതിനെന്താ, അല്ല മുണ്ട് മടക്കി കുത്തിയപ്പോൾ ഞാൻ പേടിച്ചു, മുണ്ട് മടക്കി കുത്തിയാൽ പേടിയത്. ഇതൊക്കെ ഒരു പോയിന്റ് ഔട്ട് ചെയ്ത്. പിന്നെ നോറയുടെ വേറൊരു കാര്യം ഞാൻ പറയാം. നോറ ഫസ്റ്റ് ദിവസം നോറ സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് ഹൗസിൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സീരിയൽ കഥയാണ് നോറയുടെ കഥ. നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്ക്, നോറയുടെ കഥ സീരിയൽ കഥയാണ്. ആദ്യം നോറ വരുന്നു, ആദ്യം സീരിയൽ തുടങ്ങുന്ന പോലെ നോറ വരുന്നു. ആദ്യം കുറച്ച് കരച്ചിൽ, അത് തന്നെയാണ് നോറ ചെയ്തത്. പിന്നെ കുറച്ച് കഴിഞ്ഞ് കൂട്ട കരച്ചിൽ, കണ്ട ക്യാമറ മൊത്തവും കരഞ്ഞ് മെഴുകി മൂക്കളാൻ കയറ്റി വെച്ച് കരഞ്ഞ് ഞാൻ അങ്ങനെയല്ല, ഞാൻ ഇങ്ങനെയാണ്, ഞാൻ പുറത്ത് റെപ്രസെൻറ്റ് പറഞ്ഞ് ലാസ്റ്റ് ആയപ്പം ഏതോ ഒരു സുപ്രഭാതത്തിൽ നോറ കറക്റ്റ് പോയിന്റ് പറഞ്ഞ് നോറ പയ്യെ കയറി വരുന്നു. സീരിയൽ അങ്ങനെയാണ്, കരച്ച് പിന്നെ നായിക പൊങ്ങി വരുന്നു. അതേ സീനാണ്. അങ്ങനെ ഇപ്പം നായിക ഇപ്പം നിങ്ങളുടെ നായിക എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളുടെ നായിക ഒരു പരസ്പര ബന്ധമില്ലാതെ എന്തോ കഥകൾ പറഞ്ഞ് നടക്കുന്നു എന്ന് വേണം പറയാൻ. കൂടാതെ നോറ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജാസ്മിനും നോറയും പരസ്പരം കോള് ചെയ്ത് അല്ലെങ്കിൽ അവർ കോൺവെർസേഷൻ ചെയ്ത് അവർ പുറത്തൊരു ഗെയിം പ്ലാൻ ചെയ്തിട്ടാണ് വന്നത് എന്ന് നോറ തന്നെയാണ് വാഗൊണ്ട് പറഞ്ഞത്. നമ്മളാരും പറഞ്ഞിട്ടില്ല, ഈ പുറത്തുള്ള ആരുമല്ല പറഞ്ഞത്, നോറ തന്നെയാണ് പറഞ്ഞത്. ഫോർ എക്സാമ്പിൾ നോറ പറയാണ്, നീ ജാസ്മിനടുത്ത് എന്തൊരു ഫൈറ്റ് കിടന്നുണ്ടപ്പോൾ ജാസ്മിനടുത്ത് പറയാണ്, നിനക്ക് എൻ്റെ നമ്പർ എങ്ങനെ കിട്ടി, നീ എന്തിന് എൻ്റെ നമ്പറിൽ വിളിച്ചു, നീ എന്തിന് എൻ്റെ സംസാരിച്ചു, മതി സുഖേഷ് മതി, ഇത് മതിയല്ലോ, നമുക്കിത് മതിയല്ലോ. കാര്യം അവർ പുറത്ത് കാര്യം വെൽ പ്ലാനായിട്ടാണ് വന്നത്. കാര്യം എന്നാണ് എനിക്ക് മനസ്സിലായത്. കാര്യം എന്നാണ് നോറ നമുക്ക് ഇഞ്ചക്ട് ചെയ്തത്. അതിനിപ്പോൾ ചിലപ്പോൾ നോറയുടെ ഗെയിമാണോ എന്ന് പറഞ്ഞുകൂടാ, അതിപ്പോൾ നോറയുടെ ഗെയിമാണെന്ന് പറഞ്ഞിട്ടാ. ഇപ്പം നോറ പറയാണ്, ജാസ്മിന് ഞാൻ പുറത്ത് സംസാരിച്ചിട്ടുണ്ട്, 50 ലക്ഷം കിട്ടി കഴിഞ്ഞാൽ 25 എനിക്ക് 25 നോറയ്ക്ക് എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ നോറയുടെ ഗെയിം ആവാം, പറയാൻ പറ്റില്ല. ചിലപ്പോൾ അത് നോറയുടെ ഗെയിമിൻ്റെ ഭാഗമായിട്ട് വന്നായിരിക്കാം, പക്ഷേ അതൊരു നെഗറ്റീവ് വൈബാണ് മൊത്തത്തിൽ പോയത്. പക്ഷേ അത് നോറയുടെ ഗെയിം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതല്ല, ചിലപ്പോൾ അത് സത്യമുണ്ടോ ഇല്ല എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതിനെക്കുറിച്ച് ആരും പുറത്തങ്ങനെ വലിയ ചർച്ചയോ വിഷയങ്ങളോ ആരും ഉണ്ടാക്കാത്തതുകൊണ്ട് തന്നെ ഒന്നും അറിഞ്ഞില്ല, സുഹൃത്തുക്കളെ അറിഞ്ഞില്ല. പിന്നെ പുള്ളിക്കാരിയെക്കുറിച്ച് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും വന്ന് ചെണ്ട പോലെ കൊട്ടിയിട്ട് പോകുന്ന ആളാണ് നോറ. പക്ഷേ നോറയുടെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോറ പക്ഷേ തിരിച്ച് ചിലപ്പോഴേ പ്രതികരിക്കുള്ളൂ. കൂടുതലും പ്രതികരിക്കുന്നത് ഏതെങ്കിലും ക്യാമറ കാണും, ആ ക്യാമറ പോയി കടിച്ചിട്ട് തുടങ്ങും. അവരങ്ങനല്ല, ഞാൻ ഇങ്ങനെയല്ല, അവരങ്ങനെയല്ല, ഞാൻ ഇങ്ങനെയല്ല, ബിഗ് ബോസ് ഇങ്ങനെയല്ല. ബിഗ് ബോസിൻ്റെ അടുത്ത്
മെനിഞ്ഞാന്നെന്തോ ബിഗ് ബോസിൻ്റെ അടുത്ത് പോയിട്ട് സംസാരിക്കുക. ബിഗ് ബോസ് ലാസ്റ്റ് ആയപ്പോൾ എണീപ്പിച്ചു വിട്ടു. മക്കളെ ഒന്ന് പോയി തരുമോ? കാര്യം എനിക്ക് പോലും മനസ്സിലാവില്ല. ഒന്നും ബിഗ് ബോസിനും മനസ്സിലാവില്ല. ഒന്നാമത്തെ കാര്യം നോറയ്ക്ക് എങ്ങനെയെങ്കിലും അറിയണം. നോറയ്ക്ക് പുറത്ത് സപ്പോർട്ടുണ്ടോ? നല്ല രീതിയിൽ നോറ ഗെയിം കളിക്കുന്നുണ്ടോ? നോറ നല്ലൊരു ഗെയിമറാണോ? നോറ മുന്നേറുന്നുണ്ടോ എന്ന് നോറയ്ക്ക് ആരെങ്കിലും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നോറ ഹാപ്പിയാവും. അതിനാണ് നോറ കാണിക്കുന്നത്. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നോറയുടെ ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ 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 ഒരു ബന്ധവുമില്ലാത്ത ഗെയിമാണ്. ഇപ്പം നമ്മളിപ്പോൾ ഒരു പാട്ട് പാടുമ്പം ശ്രുതി അങ്ങോട്ട് പോകും, മറ്റേ പാട്ട് അങ്ങോട്ട് പോകും എന്ന് പറഞ്ഞ രീതിയിലാണ് നോറയുടെ ഗെയിമുകൾ. നോറ അങ്ങോട്ട് പോകുന്നു, പാട്ട് ഇങ്ങോട്ട് പോകുന്നു എന്ന രീതിയിലാണ് നോറയുടെ ഓരോ പെരുമാറ്റം കാര്യങ്ങളും. പക്ഷേ ചില സമയത്ത് നോറ എന്ന വ്യക്തി നല്ല രീതിയിലുള്ള കംബാക്ക് ഒരു തീയും കാണിക്കുന്നുണ്ട്. ഇടയ്ക്ക് സമയത്ത് എന്തൊക്കെ കാണിച്ചു പോകുന്നുണ്ട്. എന്തായാലും നോറയ്ക്ക് നിങ്ങൾ വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ വോട്ട് ചെയ്യുകയെങ്കിൽ വോട്ട് ഇടുക. പക്ഷെ നോറ ഒരുപാട് കണ്ടന്റ് കൊടുത്തിട്ടുണ്ട്. ആ കണ്ടന്റ് എന്താണെന്ന് ഇപ്പോഴും ജനങ്ങൾക്ക് മനസ്സിലായില്ല. എന്താണ് യാഥാർത്ഥ്യം? ഒരുപാട് കണ്ടന്റ് കൊടുത്തിട്ടുണ്ട്. അത് എന്തിനാണെന്ന് ഈ സീസൺ കഴിഞ്ഞിട്ട് അടുത്ത സീസൺ ആണെങ്കിൽ ആകുമ്പോൾ മനസ്സിലായി കഴിഞ്ഞാൽ കുറച്ചുകൂടെ കൊള്ളാമെന്ന് തന്നെ എനിക്ക് തോന്നുന്നു. കാര്യം ഈ സീസണിൽ ആർക്കും മനസ്സിലായിട്ടില്ല, എന്തൊക്കെയോ പറഞ്ഞു കൂട്ടുന്നുണ്ട്. ഇന്നലത്തെ ഡിബേറ്റ് തന്നെ ലാസ്റ്റ് ആയപ്പോൾ ഇറങ്ങിയൊക്കെ ഓടുന്നുണ്ട്. ലാസ്റ്റ് ജിൻഡു പറഞ്ഞ് ഞാൻ പോവുകയില്ലെന്ന്. ജിൻഡു പറഞ്ഞ് ഞാൻ ഒറ്റയ്ക്ക് സംസാരിക്കാൻ നോറയോട് പോവില്ല. കാര്യം അത്രത്തോളം നോറ എന്ത് പറയണമെന്ന് എന്ന് വെച്ചാൽ നോറ കാര്യങ്ങൾ വളച്ച് ഒടിച്ച് തിരിച്ച് മറിച്ച് അതിനെ റൊട്ടി കണക്കിനാക്കി കളയും നോറ. സോ ഗൈസ്, നോറ ഫാൻസ് ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നോറ മുന്നോട്ട് കൊണ്ടുവരിക. ഇനി നോറയുടെ പല പല വ്യത്യസ്തമായ വെർഷൻ നിങ്ങൾക്ക് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നോറയെ മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുക. ഞാൻ എല്ലാവരെ കുറിച്ച് പോസിറ്റീവ് നെഗറ്റീവ് എല്ലാം പറയാം. അല്ലാതെ ഇപ്പോൾ ഇന്നൊരാളെ എൻ്റെ പേഴ്സൺ അങ്ങനെയൊന്നും ഞാൻ പറയില്ല. അതിൻ്റെ അത് ഗെയിം കളിച്ചില്ലെങ്കിൽ അതിൻ്റെ അത് നിൽക്കേണ്ട അത്രേ ഞാൻ പറയുന്നുള്ളൂ. നോറയെക്കുറിച്ച് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നോറ ഇപ്പോൾ ഒരു ഗെയിമിൻ്റെ ഭാഗം തന്നെ എടുക്കും. ഒരു ഗെയിം നോറ കളിക്കുകയാണ്. ക്യാപ്റ്റൻസി ടാസ്ക് ആണ്. അതിൽ തന്നെ ഒരിക്കൽ ഫെയിലായി കഴിഞ്ഞാൽ പിന്നെ നോറ ഡൗൺ ആവും. അതല്ല നോറ, യു ക്യാൻ പുറത്തേക്ക് വരൂ, ഉണരൂ വേഗം നീ. സോ ഗൈസ്, വേറെ ആരുമല്ല അടുത്ത് വന്നത്. നമുക്ക് കുറച്ച് തമിഴ്നാട്ടിൽ പോയിട്ട് വരുമ്പോൾ എണ്ണ 4ാം സ്ഥാനം 88,678 വോട്ടാണ്. എനിക്ക് തോന്നുന്നത് ശ്രീധുവിൻ്റെ ഒരു ഗെയിം പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ നിന്ന് എല്ലാം പഠിച്ചതിന് ശേഷം നേരെ തമിഴ്നാട്ടിൽ പോയിട്ട് തമിഴ് ബിഗ് ബോസ് കയറാമെന്നാണ് എൻ്റെ പ്ലാൻ എന്നാണ് ശ്രീധു പറയുന്നത്. ചുമ്മാ ആയിരിക്കാം, ചിലപ്പോൾ ശരിയായിരിക്കും, അറിയില്ല. സോ ഗൈസ്, ശ്രീധുവിനെ കുറിച്ച് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തൊട്ട് ഒരു 3-4 എപ്പിസോഡ് 3-4 വീക്ക് വരെ ശ്രീധു എന്നൊരു വ്യക്തി അതിൻ്റെ അകത്തുണ്ട് എന്ന് ഒരു പട്ടിക്കുഞ്ഞിനോട് അറിഞ്ഞൂടാ. പുറത്തുള്ള ആൾക്കൂലും അറിഞ്ഞൂടാ. സത്യം പറഞ്ഞാൽ അകത്തുള്ളവർക്കും അറിഞ്ഞൂടാ. അതുകൊണ്ടാണ് ഒരു 3-4 ആഴ്ചയോളം നോമിനേഷനിൽ പോലും വരാതെ ഹൈഡ് ഓഫ് ദി ഡേ ആയിട്ട് മാറി നിന്നത്. പിന്നീട് ലാലേട്ടൻ വന്നിട്ട് ചോദിക്കുകയാണ്, ഇത്രയും ദിവസമായിട്ട് ആരാണ് ഇത്രയും ദിവസമായിട്ട് നോമിനേഷനിൽ വരാം? താരൊക്കെ ഉണ്ട്, എണീറ്റ് വേക്കപ്പ്. അങ്ങനെ എണീച്ചപ്പം എനിക്കൂടെ ആദ്യത്തെ എണീറ്റയിൽ വിരലുണ്ടാവുന്ന ആളേ ഉള്ളൂ. അതിൽ ഒരൊറ്റ ആളെ 1-2 ആളുണ്ടെന്ന് തോന്നുന്നു. ആ 2 പേരിൽ മെയിൻ ആൾ ശ്രീധുവായിരുന്നു. ശ്രീധു അല്ല അവിടെ ഉണ്ട്, എനിക്ക് ശ്രീധു മാത്രമേ ഉള്ളൂ തോന്നുന്നു. അങ്ങനെ എന്താണ് എണീറ്റ് എന്ന് തോന്നുന്നു. അപ്പോൾ അത്രത്തോളം ഹൈഡായിരുന്നു ശ്രീധു നിന്നത്. പിന്നീട് ശ്രീധു പിറ്റേന്ന് നോമിനേഷനിൽ വന്നു. പിന്നെ ശ്രീധു പയ്യെ കയറി വന്നു. ശ്രീധുവിൻ്റെ ഗ്രാഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീധുവിൻ്റെ ഗ്രാഫ് ഇന്നേ വരെ ശ്രീധു ഒരു അപ്പാക്കിയിട്ടില്ല. എപ്പോഴും ഒരേ ടാലിയിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. ചിലപ്പോൾ അത് ശ്രീധുവിൻ്റെ പ്ലാൻ ആയിരിക്കാം. പക്ഷേ ശ്രീധുവിനെ പിന്നീട് ആൾക്കാർ തിരിച്ചറിഞ്ഞത് അർജുനും ശ്രീധു ഒരു കോംബോ വർക്കായെന്ന് ശ്രീധുവിനും അർജുനും മനസ്സിലായി. കാര്യം പുറത്തുനിന്ന് വരുന്നവർ അകത്തുനിന്ന് വരുന്നവരെല്ലാവരും പറഞ്ഞ് അവർക്ക് മനസ്സിലായി. അവരെ കോംബോ വർക്കായി. പിന്നെ അവർ അതിന് വേണ്ടിയുള്ള കോംബോയും കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് വേണ്ടി ഇട്ട് തരുന്നുണ്ട്. അവർ പരസ്പരം ചെറുതായിട്ട് ചിരിക്കുന്നു, കളിക്കുന്നു, പിന്നെ ചിരിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിക്കുന്നു. പിന്നെ അവർ ഓരോ ഗെയിം കളിക്കുന്നു. പിന്നെ അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കിടന്ന് ഓടുന്നു. പിന്നെ രാത്രിയാകുമ്പോൾ എന്തൊക്കെ സംസാരിച്ച് കൂട്ടുന്നതാണ്. അർജുന മഴ തോറുത് എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ പറയാനായിട്ട്. എന്നിട്ട് പോലും ശ്രീധു എന്ന വ്യക്തിക്ക് ഇപ്പോഴും തൻ്റേതായ ഒരു ഗെയിം കളിക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴും ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം അതിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഒറ്റയ്ക്ക് നിൽക്കുക എന്നാണ് നമ്മളെ പ്ലാൻ. അല്ലാതെ ഇപ്പം ഒരു കോംബോ ആയിക്കഴിഞ്ഞാൽ ആ വോട്ടിൻ്റെ വ്യതിയാനം മാറും. ഇപ്പം ശ്രീധുവിന് 4ാം സ്ഥാനമാണ്. ഇപ്പോൾ വോട്ടിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് കുറേ മണിക്കൂറായെങ്കിലും 4ാം സ്ഥാനമേ ഉള്ളൂ. ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അർജുൻ്റെ ഒരു പർട്ടിക്കുലർ ടീമുണ്ടല്ലോ, അർജുൻ്റെ ടീം, ആ ടീമുകളെല്ലാം ശ്രീധുവിന് വോട്ടിടും. മനസ്സിലായ? ആ ടീമുകളെല്ലാം ശ്രീധുവിന് വോട്ടിടുള്ളൂ. അർജുൻ, ശ്രീധു, അങ്ങനെ ഒരുപാട് ടീമുണ്ടല്ലോ കോംബോ, അങ്ങനെ അവരെല്ലാം ഇവർക്കിടും. പക്ഷേ ഇവർ 2 പേര് വരുമ്പം ശ്രീധു അർജുനും തമ്മിൽ ആർക്കിടണമെന്ന് അവർക്ക് തന്നെ കൺഫ്യൂഷൻ ആയി പോകും. അതാണ് ഞാൻ പറയുന്നത്, എപ്പോഴും നമുക്ക് ആകെ ഒരു കപ്പേ ഉള്ളൂ, ഒരാൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് മനസ്സിലാക്കി എല്ലാവരും കൊള്ളാം, ഒറ്റയ്ക്ക് കളിക്കൂ, ഒറ്റയ്ക്ക് മുന്നേറൂ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. സോ ഗൈസ്,
കഴിഞ്ഞ വീക്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ ചെക്ക് ചെയ്താൽ മനസ്സിലാവും, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ശ്രീതു ഹൈഡിങ് കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഇപ്പോഴേ ശ്രീതുവിൻ്റെ അമ്മ വന്ന സമയത്ത് മാത്രം ശ്രീതു ഒന്ന് ശബ്ദം ഉയർത്തി. പിന്നെയും ശ്രീതു ആ പഴയ കോമ്പോയിലേക്ക് തിരിഞ്ഞു പോയിട്ടുണ്ട്. ആ കോമ്പോ പോയപ്പോൾ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ കോമ്പോ ഒന്നിക്കണമെങ്കിൽ ഒന്നിക്കട്ടെ. പക്ഷേ അവർ പറയണം അവരിപ്പോഴും ആത്മാർത്ഥമായ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഭാഗമാണെന്ന്. അതങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ പോട്ടെ. പക്ഷേ പേളിമാണി അതുപോലെ ശ്രീനിഷ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലാലേട്ടൻ ചോദിച്ച് മോനെ എന്താണ് നിനക്ക് എന്താ ഹാപ്പി ആവുന്നത്, നിനക്ക് ഹാപ്പി കിട്ടാൻ എന്താന്ന് ചോദിച്ചു. അങ്ങനെ എന്താ ചോദിച്ചു. അപ്പം ശ്രീനിഷ് പറഞ്ഞ് പേളിയെ കിട്ടുന്നതാണെന്ന്. അപ്പോൾ ഒരു പാട്ടുണ്ട് അജിനക്ക് മെച്ചിക്കന്നെ എന്നൊക്കെ ശേഷാൻ എന്തോ പാട്ട്. ആ പാട്ടൊക്കെ കേട്ടിട്ട് അവർ ലാസ്റ്റ് ഒന്നിച്ച് അവരപ്പോഴും പറയുന്ന അവർ ഒന്നിക്കുന്നു. എന്നിട്ട് കേരള സമൂഹമായി നമ്മളെപ്പോലുള്ള മണ്ടന്മാരൊക്കെ വിളിച്ച് പറയാം ഇവർ ഒന്നിക്കില്ല, ഇതൊക്കെ ഗെയിമിൻ്റെ മൂവാണ്. അവർ പുറത്തിറങ്ങി, അവർ കല്യാണം കഴിച്ച് അവർ സുഖമായി ജീവിച്ച് യൂട്യൂബിലൂടെ വൻ തരംഗം. ഇപ്പോൾ അവർക്ക് റെയ്ഡൊക്കെ നടന്നൊക്കെയാണ് അറിഞ്ഞത്. സോ ഗൈസ്, ഇപ്പോഴും ശ്രീതു അർജുൻ ഇന്നേ വരെ പറഞ്ഞിട്ടില്ല അവർ ഇഷ്ടത്തിലാണെന്നും അവർ തമ്മിൽ ആ ഒരു ഇഷ്ടമുണ്ടെന്നും പറഞ്ഞിട്ടില്ല. പുറത്തുള്ളവരാണ് വീഡിയോ ഇറക്കി അങ്ങനെ. പിന്നെ ശ്രീതുവിൻ്റെ അമ്മ എന്ന് പറഞ്ഞ് മക്കളെ എന്നെ നീ കിടക്ക വേണ. ആ ശ്രീതുവിൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഇത്തിരി ജാടയും കാര്യങ്ങളൊക്കെ ഉള്ള പുള്ളിക്കാരിയാണ്. കാണുമ്പോൾ തന്നെ അറിയുന്നത് ജാട മീൻസ് പുള്ളിക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അർജുൻ എന്ന വ്യക്തിയെ പുള്ളിക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല. കാര്യം അവിടെ വന്ന് എല്ലാവരും സംസാരിച്ചിട്ട് അർജുനടുത്ത് വലുതായിട്ട് സംസാരിച്ചൊന്നുമില്ല. ശ്രീതുവിൻ്റെ അമ്മ വന്നിട്ട് തന്നെ പറഞ്ഞ് നീ ജിൻഡോ കളിക്കുന്ന ഒറ്റയ്ക്ക് തന്നെ അതുപോലെ കളി, നീ എന്നെ അർജുനെ കൂപ്പിട്ട് അപ്പടി രാത്രി പോയിരുന്നു അങ്ങനെ അമ്മ എന്നെ സൊല്ലുത് ഞാൻ കിടക്ക വേണ്ട. അല്ല നീ കിടക്കയില്ല, അമ്മ ലൈറ്റ് അണച്ച തെറിയാതെ എന്ന് പറഞ്ഞ് ഇവർ തമ്മിൽ അതിൻ്റെ അകത്ത് നടിയ. ലാസ്റ്റ് ബിഗ് ബോസ് വിളിച്ചിട്ട് പറയാണ് വന്നിരിക്കും കൺസ്ട്രക്ഷൻ റൂമിൽ. എന്താണ് അല്ല ഒന്നുമില്ല ബിഗ് ബോസ്. ഇവിടെ ബിഗ് ബോസിൻ്റെ അകത്ത് ബിഗ് ബോസിൻ്റെ വാണിംഗ് കൊടുത്ത രണ്ടേ പേര്, ഒന്ന് ജാസ്മിൻ്റെ ബാപ്പയും ഒന്ന് ശ്രീതുവിൻ്റെ അമ്മയാണ്. ഇവർ രണ്ടുപേരാണ് പുറത്ത് നടന്ന കാര്യങ്ങൾ ഇവിടെ വന്നിട്ട് പറയാതെ പറഞ്ഞ് എന്ന് വേണം പറയാൻ. സുഖേഷ് ഞാൻ ഇപ്പോഴും പറഞ്ഞു ശ്രീതു ഒറ്റയ്ക്ക് നിന്ന് കളിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ഗെയിമറാണ്. പക്ഷേ ഒറ്റയ്ക്ക് നിന്നില്ലെങ്കിലും കൊള്ളാം. പിന്നെ ഇവർ കൂടുതൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കി ശ്രീതു ഒരു ഗെയിമറല്ല. ഈ ക്യൂട്ട്നെസ്സും പിന്നെ ഈ ഷോർട്സ് വീഡിയോ റീലൊക്കെ പോകുന്നതുകൊണ്ട് മാത്രം അതിൻ്റെ അത് ഓട്ടിട്ട് നിൽക്കുന്നത്. അല്ലാതെ ശ്രീതുവിൻ്റെ എടുത്ത് പറയാവുന്ന ഒരു കണ്ടന്റ് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ലൈഫ് ടൈം സെറ്റിൽമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് കണ്ടൻറ്റാണ് ഉള്ളത്? ഒരു കണ്ടൻറ്റും ഇല്ല, എൻ്റെ അറിവിലില്ല. നമുക്കടുത്ത് കണ്ടന്റ് കിങ് മേക്കറിൻ്റെ അടുത്തേക്കാണ് ഞാൻ പോകുന്നത്. സോ കേസ് വേറെ ആരുമില്ല. ഏറ്റവും അവസാനം നിൽക്കുന്നത് നന്ദനയാണ്. വന്ന സമയത്ത് ഓൻ്റെ പൊന്നേ ഞാൻ കരുതി തൊട്ടപ്പുറത്ത് വേറൊരു ബിഗ് ബോസ് തുടങ്ങുന്നു. അമ്മാതിരി തീയായിരുന്നു. എൻ്റെ വന്ന നേരത്തെ തൊട്ട് മറ്റേ പ്രേമ സിനിമയിൽ ഈ മുട്ടയുടെ പരസ്പരം അടിക്കില്ല അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. ഒരാളെ തകർക്കാൻ പോയിട്ട് പുള്ളിക്കാർ കോമാളിയായിട്ട് തിരിച്ചു വന്ന അവസ്ഥയാണ് ഞാൻ കണ്ടത്. ജാസ്മിനെ തകർക്കാൻ പോയിട്ട് അവിടെ കിടന്നിട്ട് എന്തൊക്കെ ജാസ്മിന് പോലും മനസ്സിലാത്ത രീതിയിൽ എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നു. ഞാൻ വിറച്ചേ മുട്ട് വിറച്ചേ എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നു എനിക്ക് അറിഞ്ഞൂടാ. നന്ദനെക്കുറിച്ച് പറഞ്ഞു വെച്ചാൽ നന്ദന വന്ന സമയത്ത് നല്ലൊരു ഗെയിമറായിരുന്നു. പിന്നെ ആ ഗെയിമിങ് എവിടെയൊക്കെ പോയി. വലിയ ഗെയിമോ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും നന്ദന ഒരു ഗെയിമറാണ്. നന്ദന പലപ്പോഴും പറയാതെ പറഞ്ഞ ഗെയിമറാണ്. സോ ഗെയ്സ് നന്ദന സപ്പോർട്ട് ചെയ്യുക. നന്ദനെക്കുറിച്ച് ആദ്യത്തെ വീക്കിൽ കൊള്ളായിരുന്നു. പിന്നെ നന്ദന അങ്ങോട്ട് ഒതുങ്ങി എവിടെയൊക്കെ പോയി. ടിക്കറ്റ് ഫിനാലെ എത്തിയപ്പോഴത്തേക്ക് നന്ദന പറയാണ് എനിക്ക് ടോപ്പ് 1 തന്നെ വേണം. ടിക്കറ്റ് ഫിനാലയിൽ റാങ്കിങ് ഉണ്ടല്ലോ, റാങ്കിങ്ങിൽ 1ാം സ്ഥാനം എനിക്ക് തന്നെ വേണം, കാര്യം എനിക്ക് വീട് വയ്ക്കണമെന്ന്. അപ്പോൾ ജാസ്മിൻ തന്നെയാണ് വന്ന് തിരിച്ചടിച്ചു വെച്ച് കൊടുത്തു. ജാസ്മിൻ പറയാണ് നീയാണ് പറഞ്ഞത് എന്ന് വെച്ചാൽ ക്യാഷ് എടുക്കാൻ ഒരു സംഭവം ഉണ്ടല്ലോ, നമുക്ക് ക്യാഷ് എടുക്കാൻ പറ്റില്ല, അങ്ങനത്തെ സംഭവം അങ്ങനെ വന്നാൽ നീ ക്യാഷ് എടുക്കുന്നു, പിന്നെ നിനക്ക് എന്തിനാണ് ടിക്കറ്റ് ഫിനാലെ മാറിയില്ലെന്ന് പറഞ്ഞ്. അപ്പോഴത്തേക്കും നന്ദനയ്ക്ക് പറയാൻ വാക്കുകളൊന്നുമില്ല. അങ്ങനെ നന്ദന 1ാം സ്ഥാനത്ത് നിന്ന് മാറി ഏറ്റവും അവസാനം പോയിട്ട് ഗെയിം അവസാനിച്ചിരിക്കുന്നു. ഗെയിം അവസാനിച്ചപ്പോൾ നന്ദന അങ്ങോട്ട് തുടങ്ങി മെഴുവക്കം. ബിഗ് ബോസേ പ്രേക്ഷകരെ ജനങ്ങളെ നിങ്ങൾ കാണ് നന്ദനയ്ക്ക് എല്ലാവരെയും പേടിയാ എന്ന് പറഞ്ഞ് സ്വന്തമായിട്ട് കരഞ്ഞ് മെഴുകി അടക്കണം എന്തൊക്കെയോ കാണിച്ചു കൂട്ടി. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വീട്ടുകാർ വരുന്ന ദിവസം അത് നിങ്ങൾക്ക് അറിയുന്നതാണ്. ഈ വീട്ടുകാർ വരുമ്പോഴത്തേക്കും അന്ന് നന്ദനയാണ് ക്യാപ്റ്റൻ. അപ്പോൾ എല്ലാവരും വീട്ടുകാർ വരുമ്പോഴത്തേക്കും നന്ദനയാണ് ഓടുന്നത്. ഞാൻ നോക്കുമ്പോൾ ഗ്ലാസ് വഴിയൊക്കെ ചവിട്ടി തുറന്ന് കയറി വന്നില്ല, എൻ്റെ വീട്ടുകാരല്ല. ഫോർ എക്സാമ്പിൾ നന്ദന വീട്ടുകാർ വന്നിട്ടേ ഇല്ല. ഇങ്ങനെ വരാതിരുന്നിരുന്ന് നമ്മൾ ഈ ഫുഡ് കൊണ്ടുവരുന്ന സംഭവം ഉണ്ടല്ലോ, അതിൻ്റെ പേരെന്തുവാ, ആ റൂം എനിക്ക് അറിഞ്ഞൂടാ. ആ റൂമിൻ്റെ അകത്ത് നന്ദൻ്റെ അകത്ത് കയറി പോയപ്പം നന്ദനെ വീട്ടുകാർ നിൽക്കുക. അപ്പോൾ നന്ദന ഇത്രയും എക്സൈറ്റ്മെൻ്റ് ആയ നന്ദന എന്താ ചെയ്യേണ്ടത്? വീട്ടുകാരെ കാണുമ്പം നന്ദന അമ്മയും അനിയത്തിയും അങ്ങനെ ഒരാളാണ് ചേച്ചി. അപ്പോൾ നന്ദന അമ്മേ എന്ന് വലിച്ചു വിളിക്കണം. നന്ദന എന്താ ചെയ്തത്? നന്ദന പുറത്തിറങ്ങിയിട്ട് സായിയേ എന്ന് പറഞ്ഞ സായി വിളിക്കും. ഇതെന്തിരുപാട് എനിക്കത് എന്താണെന്ന് മനസ്സിലായില്ല. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു അത്രയും ഫ്രണ്ട്ഷിപ്പ് വേണ്ടെങ്കിൽ സായി വിളിച്ചു. സായും പേടിച്ചു. സായോ ഈശ്വരതി സായിയുടെ ഫാമിലിയും വന്നില്ല. സായി എന്താ സായി വിചാരിച്ച് നീ എന്തിനാ എൻ്റെ പേര് വിളിക്കുന്നത്? സായിക്ക് തന്നെ അങ്ങ് അകപ്പാടെ പേടിയായിപ്പോയി. അത് എല്ലാവർക്കും പേടിയായിപ്പോയി. ഇവളെന്തിനാ സായി വിളിച്ചിരുന്നു.
സോ ഗൈസ് അതാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിനെക്കുറിച്ച് വലിയ കണ്ടൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ല. വന്ന സമയത്ത് എന്തൊക്കെ കാണിക്കാൻ നോക്കി അതൊക്കെ 8 നില പൊട്ടിയെന്നാണ് പറയാം. പിന്നെ നന്ദനെ പിന്നെ എന്തൊക്കെ കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതൊക്കെയാണെങ്കിൽ 9 നില പൊട്ടിയെന്നാണ് പറയാം. പിന്നെ നന്ദനെ എന്തൊക്കെ കാണിക്കാൻ ശ്രമിക്കുന്നത് അതൊക്കെ 10 നിലയിൽ ഡമക്ക് എടുക്കണം പൊട്ടി തെറിക്കുന്നുണ്ട്. നന്ദനെ ഒരു കണ്ടൻറ്റോ കാര്യങ്ങളോ ഒന്നും ഇന്നേരെ പോയിട്ടില്ല. ലാലേട്ടൻ്റെ അടുത്ത് നിന്നപ്പോൾ ലാലേട്ടൻ ചോദിക്കും നമ്മളെ എന്താ കാര്യം എന്ത് പറയാം ലാലേട്ട എന്നൊക്കെ ചൊറിഞ്ഞ് ഞങ്ങൾക്ക് അങ്ങോട്ട് മാന്തും. അപ്പോൾ ലാലേട്ടൻ തന്നെ തിരിച്ച് വെച്ച് കൊടുത്തു ആർക്കെങ്കിലും ചൊറുകണമെങ്കിൽ അയാളെ കയറി മാന്തിയാൽ മതി എന്ന്. സോ അങ്ങനെയാണ്. നന്ദനയുടെ വലിയ കണ്ടൻറ്റോ കാര്യങ്ങളൊന്നും പുറത്ത് പോയിട്ടില്ല. പക്ഷേ നന്ദന ഒരു നല്ലൊരു ഗെയിമറാണ് എന്ന് നന്ദന സ്വയം വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ തന്നെ പോട്ടെ. സോ ഗൈസ് നമുക്ക് അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ ബൈ. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക, ലൈക്ക് അടിച്ച് പൊട്ടിടാം മക്കളെ. സോ ഗൈസ് നിങ്ങൾ ആർക്കാണ് വോട്ടിടുന്നത് കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. ഇത്ര നേരം സംസാരിച്ച് നിങ്ങൾ എൻ്റെ വോയിസ് കേട്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും നേരം ഞാൻ സംസാരിക്കാൻ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത് വോട്ടിടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. വെറുതെ ഒരാൾക്ക് വോട്ടിട്ട് കാര്യമില്ല കളിയാ. നമ്മൾ അതിൻ്റെ അകത്ത് ആരെയും നിൽക്കണമെങ്കിൽ അതിൻ്റെ അകത്തെ കാര്യങ്ങൾ വ്യക്തമായ രീതിയിൽ പറയണം. അല്ലാതെ ചുമ്മാ നമുക്ക് വേണമെങ്കിൽ ഒരാൾക്ക് വോട്ടിട്ട് പോയിട്ട് കാര്യമില്ല. നിങ്ങളിതിൽ പകുതി വരെങ്കിലും കേട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിശ്വസിച്ചോട്ടെ. മൗനം സമ്മതം എന്ന് പറഞ്ഞുകൊണ്ടിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സോ ഗൈസ് എൻ്റെ കറക്റ്റ് അപ്ഡേറ്റും കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞ ആളാണ് ഔട്ടാവുന്ന കാര്യം എൻ്റെ നാട്ടിൽ അല്ല, എൻ്റെ തമിഴ്നാട്ടിൽ എൻ്റെ ഫ്രണ്ടായ ചൊക്കലിംഗ് ഉണ്ട്. അപ്പോൾ ചൊക്കലിംഗ് പറയുന്ന പോലെയാണ് ഞാൻ ലൈവ് വോട്ടിങ് കാര്യങ്ങളൊക്കെ ഇടുന്നത്. സോ ഗൈസ് നമുക്ക് അപ്പോൾ 24 ലൈവ് നെക്സ്റ്റ് വീഡിയോ കാണുമ്പോഴേക്കും ബൈ ബൈ. സോ